بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്കിടയിൽ സ്വത്ത്, സമ്പത്ത്, സൗകര്യം, ആരോഗ്യം ഇതെല്ലാം ഭാഗിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ഒരേപോലെയല്ല, വ്യത്യസ്തമാണ്. ഒരേപോലെ ആയാലും ദുനിയാവിൻ്റെ തർത്തീബ് തെറ്റും, ആർക്കും ഒന്നുമില്ലെങ്കിലും തർത്തീബുകൾ തെറ്റും. അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്താണ് ശരിക്കും. അപ്പോൾ നമ്മൾ ചില ആളുകളെ നോക്കിയിട്ട് അയാൾ എത്രത്തോളം അധ്വാനിക്കുന്നു, അയാൾക്ക് എന്നിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചില ആളുകൾ AC റൂമിലിരുന്ന് ഒറ്റ ഫോൺ കോളിൽ അയാൾ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം 10 ലക്ഷം വരുന്നുണ്ടാവും. കാരണം ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്തോടു കൂടിയുള്ള സംവിധാനങ്ങളാണ്. അള്ളാഹു പറഞ്ഞല്ലോ, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ ജീവിതത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ജീവിതോപാധികളെ നാം അവർക്കിടയിൽ വിഭജിച്ചിട്ടുണ്ട്. ഇന്നാൾക്കിത്ര, ഇന്നാൾക്കിത്ര. ഒന്നും ആരുടെയും മേന്മ കൊണ്ട് കിട്ടിയതുമല്ല, ഒന്നും ആർക്കും കുറഞ്ഞത് അയാളുടെ കുറവ് കൊണ്ടുമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅലം, നീ ഇത് മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് വലിയ ഒരു മനസ്സിന് ആശ്വാസം തരുന്ന വാക്കാണ്. വഅലം അന്നമാ അസാബക്, ദുനിയാവിൽ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലം യകുൻ ലിയുഖ്തിഅക്, അത് നിനക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നില്ല. അഥവാ നിന്റെ ഖദായിൽ, നിന്റെ റിസ്ഖിൽ അള്ളാഹു നേരത്തെ അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് നിനക്ക് സമയമായപ്പോൾ കിട്ടി, അൽഹംദുലില്ലാ പറഞ്ഞേക്കുക. വമാ അഖ്തഅക്, ഇനി എന്തെങ്കിലും കിട്ടാതായിപ്പോയാലോ? നമ്മൾ 100% അതിൻ്റെ പിറകിൽ പണിയെടുത്തു, പരിശ്രമിച്ചു, അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ? നിന്റെ കഷ്ടപ്പാട് കുറഞ്ഞിട്ടല്ല, നിന്റെ ഭാഗത്തു നിന്ന് പോരായ്മ സംഭവിച്ചിട്ടുമല്ല. ലം യകുൻ ലിയുസീബക്, അത് നിനക്ക് കിട്ടേണ്ടത് ആയിരുന്നില്ല. ഖലാസ്. അപ്പൊ ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ ദുആ ചെയ്താൽ റിസ്ഖ് വർദ്ധിക്കണമല്ലോ, അല്ലെങ്കിൽ റിസ്ഖിൽ ബർക്കത്ത് കിട്ടണമല്ലോ. ഇതൊരുപാട് ദുആ ചെയ്തിട്ടും അങ്ങനെ ആവുന്നില്ലല്ലോ എന്നൊരു പരാതി ചിലപ്പോൾ നമ്മളെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടാവും, ഒരാശങ്ക പങ്കുവെക്കുന്നുണ്ടാവും. അതിലും കാര്യമില്ല. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നഫ്സിന് വേണ്ടി വെറുക്കും, കിട്ടണ്ടായിരുന്നു, വേണ്ടായിരുന്നു, ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. ഇപ്പൊ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസമൊന്നും ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. പക്ഷെ ചില ആളുകൾക്ക് ആ പ്രയാസമായിരിക്കും ഖൈർ. അതില്ലാണ്ടായാൽ തീർത്തും അള്ളാഹ് ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവാം. അതറിയുന്നവൻ അള്ളാഹുവാണ്. എന്നാലോ അസാ അൻ തുഹിബ്ബു ശൈഅൻ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും, വേണമെന്ന് ആശിക്കും, കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് ഷർറുമായിരിക്കും. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അള്ളാഹു പല സ്ഥലങ്ങളിലും ആ വാക്ക് പറയുന്നുണ്ട്, വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങളൊന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് ഒരാൾക്ക് എത്ര, എന്ത്, എപ്പോ, എങ്ങനെ കിട്ടണം, കൊടുക്കണം, ഇതൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. ചിലപ്പോൾ 1000 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കേണ്ടത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചോദിച്ച് മടുത്ത് 800ാമത്തെ പ്രാവശ്യം നിർത്തും, കിട്ടൂല. അതുകൊണ്ടല്ലേ നിരാശ പാടില്ല എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അള്ളാഹു വെച്ചിരിക്കുന്ന ടാർഗറ്റ് പൂർത്തിയാവും, അപ്പൊ കൊടുക്കും.
പക്ഷെ നമ്മളെ മനസ്സുണ്ടാവൂല, അവിടം വരെ എത്താനുള്ള സബർ കാണിക്കൂല. അപ്പൊ എൻ്റെ അടിമക്ക് ചില സലഫുകളുടെ ഉദ്ധരണികൾ വായിച്ചിട്ടുണ്ട്. കാരണം ചില ആളുകൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കാത്തത് അവനോടുള്ള മുഹബത്ത് കൊണ്ടാണ്. കാരണം ദുനിയാവ് കിട്ടിയാൽ എഴുന്നേറ്റും, അവൻ്റെ ഫിക്ർ മാറും, മൈൻഡ് മാറും. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്നത് മുഹബത്ത് കൊണ്ടാണ്. കാരണം കിട്ടിയാൽ അവനെ കൊണ്ട് പല മസ്ലഹത്തുകളും ദുനിയാവിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും ഈ മാനസികാവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം സ്വസ്ഥാണ്, റാഹത്താണ്. എൻ്റെ റബ്ബെനിക്ക് ഇത്ര തീരുമാനിച്ചിട്ടുള്ളൂ, അത് കിട്ടി, അൽഹംദുലില്ലാ. ഭാര്യ മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുത്താലോ കുടുംബജീവിതവും റാഹത്തായി, സ്വസ്ഥമായി. കാരണം അവരെന്തയില്ല, ഭർത്താവിനെ നമ്മളെ കുറ്റപ്പെടുത്തൂല. നിങ്ങൾ പോവാത്തോണ്ടല്ലേ, നിങ്ങൾ ശ്രമിക്കാത്തോണ്ടല്ലേ, നിങ്ങൾ പണിയെടുക്കാത്തോണ്ടല്ലേ, അതൊന്നുമില്ല. നഹ്നു ഖസംനാ ബൈനഹും. പക്ഷെ അത്രയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ തന്നിരിക്കുന്ന പണം, സ്വത്ത്, സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഖുർആൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ, എത്ര ആയത്തുകളുണ്ട് അൻഫിഖു അൻഫിഖു എന്ന് അള്ളാഹു കൽപ്പിക്കുന്ന ആയത്തുകൾ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ. കാരണം നെഫ്സിന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ പണം ചെലവഴിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഏത് പിശുക്കനും മക്കി ജ്യൂസ്, ഈ മക്കി ജ്യൂസിന്റെ അർത്ഥം അറിയോ ശരിക്കും? ഒരുത്തൻ പിശുക്കൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഉറുദു വാക്കാണത്, ഹിന്ദി. പിശുക്കനാണ് ആള്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായൻ്റെ ഒരു ഈച്ച വീണു. ഇവനെന്തെന്ന് അറിയോ, ഈച്ചനെ മുക്കിയെടുത്തിട്ട് അതിൻ്റെ ചെറുകുമ്പോൾ ചായ ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് ആക്കിയിട്ട് കുടിച്ചിട്ട് ചാടി. അതുവരെ കളയാൻ പറ്റില്ല. അങ്ങനെ ഈ മക്കി ജ്യൂസ് എന്നുള്ള പേര് വന്ന്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കന്മാർ. അവരും പക്ഷേ സ്വന്തം കാര്യത്തിൽ പൈസ ചെലവാക്കുന്നുണ്ടാവും. ഭാര്യയ്ക്ക് കൊടുക്കാനും മക്കൾക്ക് കൊടുക്കാനും പ്രയാസമുള്ളവനും സ്വന്തം നഫ്സിനെ സുഖിപ്പിക്കാൻ ചിലപ്പോൾ എത്ര പൈസയും ചെലവാക്കും. അതേസമയത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ പിറകിൽ വലിയൊരു മനസ്സ് ആവശ്യമാണ്. എത്ര പൈസക്കാരുണ്ട്, നമ്മൾ വിചാരിക്കൂലേ, ഓ ഓനി എത്ര കൊടുപ്പാ അള്ളാന്റെ മാർഗത്തിൽ, പക്ഷെ കൊടുക്കുന്നില്ല. അതൊരു തൗഫീഖാണ്. അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഉംറയും ഹജ്ജും ഒക്കെ. നല്ല നീയത്തിലായാൽ റസൂലുള്ളാഹി പറഞ്ഞ പോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, വലിയ പുണ്യകർമ്മമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കാണാം, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ, ഹാജിമാരും അതേപോലെ ഉംറ ചെയ്യുന്നവരും വഫ്ദുല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്, നിവേദിത സംഘങ്ങളാണ്, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുന്ന. പണ്ഡിതന്മാർ പറഞ്ഞ സംഗതി എന്താ അറിയോ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സൽക്കരിക്കും, സ്വീകരിക്കും. ആതിഥേയന്റെ വലുപ്പമനുസരിച്ച് സൽക്കാരത്തിന്റെ വലുപ്പവും കൂടും, അല്ലേ? എൻ്റെ പുറക്കേക്ക് വന്നാൽ കിട്ടുന്ന ഭക്ഷണമല്ല അബ്ദുല്ലാജിഖാന്റെ പുറക്ക് പോയാലും കിട്ടുക. എതിർച്ച അതിന് എൻ്റെ പുറക്ക് ഇങ്ങ് വന്നിട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞിങ്ങളാന്ന്. അതെങ്ങനെയാണ് സ്വാഭാവികം. ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് സൽക്കാരത്തിന് മാറ്റം വരും, സ്വാഭാവികമാണ്. രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് അതിഥിയായി ചെന്നാൽ സൽക്കാരം അങ്ങനെയായിരിക്കും. നമ്മൾ ഉത്തരേന്ത്യയിൽ പണ്ട് തബ്ലീഗിലുള്ളപ്പോൾ ജമാഅത്തിൽ പോകുന്ന സമയത്ത് ഹൈദരാബാദിലൊക്കെ പോയപ്പോൾ പട്ടിണി പാപങ്ങളായിരിക്കും. അവർ നമ്മളെന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ജമാഅത്തിൽ പോയ ആൾക്കാർ നല്ല ആശയിലായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ ആകെ ഉണ്ടാവല് ഭാര്യയ്ക്ക് ചാവലും പിന്നെന്താ ദാൽ ഷരീഫ്. ദാൽ ഷരീഫ് എന്ന് പറഞ്ഞാൽ മഹാനായ ദാൽ, കാരണം അത് എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ്. അതെന്നെല്ലാം പറഞ്ഞാൽ ഈടുന്ന് വെച്ചാൽ പിന്നെ ആടെ നിൽക്കുള്ളൂ, അതിന് മുമ്പ് ചോറെടുത്തിട്ടില്ലെങ്കിൽ അതങ്ങ് പോകും. അങ്ങനത്തെ ദാല് അത്രേ ഉണ്ടാവുള്ളൂ. എന്നാൽ ചില വീടുകൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്, നല്ല പിന്നെ മട്ടനും ഹൈദരാബാദി ബിരിയാണി, പിന്നെ ഇറച്ചിക്കറി, അതിൻ്റെ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് തൈര്, നെയ്യ് പോലത്തെ സാധനങ്ങൾ, പിന്നെ വെണ്ണ, അങ്ങനെ രീതി മാറും. അപ്പൊ ശരിക്കും അള്ളാഹു എന്ന ആതിഥേയന്റെ ആതിഥ്യം അത് മനോഹരമായിരിക്കും. ഹാജിമാരും അതേപോലെ തന്നെ ഉംറ നിർവഹിക്കുന്നവരും അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞാൽ അത്ര ടോപ്പിലുള്ള ആൾക്കാരാണ്.
പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഉംറ ചെയ്യുന്ന അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർ ഇഹ്റാമോട് കൂടി പറയൽ അവർക്ക് നിർബന്ധമായ അല്ലെങ്കിൽ സുന്നത്തായ തൽബിയത്ത് ഉണ്ടല്ലോ, ആ തൽബിയത്തിൽ ആവർത്തിച്ച് വരുന്ന വാക്ക് ഏതൊക്കെയാ? ലാ ശരീക ലക്. അത് മെയിൻ പോയിന്റാണ്. ലബ്ബൈക, ഞാനിതാ വന്നിരിക്കുന്നു. നീ പൈസ തന്നു, അങ്ങനെ നിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഇബ്രാഹിം നബിന്റെ വിളിക്ക് ഉത്തരം നൽകി വരാൻ വേണ്ടി നീ വിളിച്ചു. പൈസ എത്രയാണെങ്കിലും ഞാനിതാ തന്നിരിക്കുന്നു. ലബ്ബൈക്, ഞാൻ വന്നിരിക്കുന്നു. വെറുതെ അല്ല. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനെയും ചേർക്കാതെ മുവഹിദായി നീ ആഗ്രഹിച്ച തരത്തിൽ ഞാനിതാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോകുന്ന 100ൽ 99.9 ലാ ശരീക ലക് നാവ് കൊണ്ട് വെറുതെ പറഞ്ഞിട്ട് പോകുന്നവരാണ്. അവർ കൊടുക്കുന്ന 75,000 അല്ലെങ്കിൽ 80,000 തീർച്ചയായും ഉപ്പ പണ്ടേ പറയുന്നുണ്ട്, കുളത്തിലിട്ട പോലെയാണ് ആ പൈസ. ഒരു ഉപകാരമില്ല. കാരണം മുശ്രിക്കുകളുടെ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് അള്ളാഹുവിന് ആവശ്യമില്ലാത്ത ഒരു വെറും പ്രവൃത്തി മാത്രമാണ്, ഇബാദത്തല്ല. കാരണം കാസർഗോഡ് നിന്ന് പോകുന്ന പലരും പോകുന്നത് മാലിക് ദിനാറിൽ പോയിട്ടാണ്. അതായത് മാലിക് ദിനാറിന്റെ ജാറത്തിന്റെ അടുത്ത് ആ മാലിക് ദിനാർ തന്നെ യഥാർത്ഥത്തിലുള്ള മാലിക് ദിനാർ അല്ല എന്നാണ് അഷ്റഫ് മൗലവി മലബാരി പറഞ്ഞിട്ടുള്ളത്. താരീഖ് അറിയാവുന്ന ആള് അവിടെ പോയിട്ടാണ് പോവുക ഉംറക്ക് വേണ്ടി പോകുമ്പോൾ. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, കഅബാലയത്തിന്റെ മുറ്റത്ത് മതാഫില് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹജറുൽ അസ്വദ് മുത്താനായിട്ട് അടികൂടുന്നതിൻ്റെ ഇടയിൽ മുദീശേഖ് തങ്ങളെ എന്ന് വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്? ഒരു ചാൻസ് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് കിട്ടാൻ. ഒരു അത്ഭുതം എന്താ അറിയോ? അത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്ന ഷിയാക്കളെ വിളിയാണ്. അതേ പോയിന്റില് യാ അലി എന്ന വിളിയും നമുക്ക് കേൾക്കാം. ആരുടെ? ഷിയാക്കളുടെ. യാ അലി എന്ന് വിളിക്കുന്ന ഷിയാക്കളെ നമ്മൾ ഇസ്ലാമിന്റെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. എന്നാൽ മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെയോ? അവർ ഇസ്ലാമിന്റെ തൂണുകളും. ഒരിക്കൽ ബഹ്റൈൻ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്തിരുന്നു. കള്ളു കുടിച്ചിട്ടുണ്ട്, കുവൈത്തിയാണ്, ആള് ഷീഇയ. അപ്പം അന്ന് എനിക്ക് വലിയ മുടിയും താടിയും കന്തൂറയും ഇതെല്ലാം ഉണ്ട്. ഓനെൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് ദായിഷ്, പണ്ട് ദായിഷിൻ്റെ ഒരു ചർച്ച വന്നിട്ട് ISIS-ന്റെ ചർച്ച വന്നപ്പോൾ ഈ കോലം കണ്ടിട്ട് ഓരങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അപ്പോൾ ഓൻ എന്നോട് പറയാൻ, പതുക്കെ പറ, CID ഫീൻ ഒരു CID ഉണ്ടാവും, ഗൾഫിൽ അങ്ങനെ തന്നെ അല്ലേ. ഞാൻ നീ എവിടെ? കുവൈറ്റാണ്, അതാണ് ഇതാണ് എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബിനെ ഇലാഹായിട്ട് അംഗീകരിക്കുന്നവരല്ലേ? നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ അലിയാ അലി എന്ന് വിളിക്കലില്ല. നമ്മൾ ബഹ്റൈനിൽ എൻ്റെ ഒരു ചങ്ങായി താമസിക്കുന്ന ഫ്ലാറ്റിൽ അതിൻ്റെ ഓണർ ഒരു പെണ്ണുങ്ങളാണ്, തൊണ്ടി. അപ്പം നമ്മൾ ഓൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ആ പെണ്ണുങ്ങൾ ചിലപ്പോൾ മോപ്പെടുത്തിട്ട് ഈ സ്റ്റെപ്പെല്ലാം തുടക്കുന്നുണ്ടാവും. ഒരിക്കൽ പോകുമ്പോൾ ഈ പെണ്ണുങ്ങളെ കാല് തെറ്റി സ്റ്റെപ്പും വന്ന്. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു യാ അലി. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ, നമ്മുടെ നാട്ടിൽ മദീനികളെ മദീൻ ഷെയ്ഖ് എന്നല്ല ആ അവസ്ഥയിലൊക്കെ വിളിക്കലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ആലി എന്ന് വിളിക്കുന്നവരല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നടപടിയല്ലല്ലോ, നിങ്ങൾ ചെയ്ത തെറ്റല്ലേ? ഇപ്പോൾ എന്നെ നോക്കിയിട്ട് ദലീൽ ഫി ഫിൽ ഖുർആൻ. ഞാൻ ചിന്താ ദലീൽ. അപ്പോൾ ഓതി ആയത്ത് എന്താ അറിയോ? അതല്ല, ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ. കാന്തപുരം ഉസ്താദും ഹക്കീം ചാവും ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്, പേരോട് സഖാഫിയൊക്കെ. അതായത് ബദരീങ്ങളെ വിളിക്കാനും മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാനും ഖുർആനിൽ നിന്നുള്ള തെളിവ് എന്താണോ അത് തന്നെയാണ് ഷിയാക്കള് അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിക്കാനും ഓതുന്നത്. അപ്പൊ ശരിക്കും ഉപ്പ ഇവരെ ഷീ എന്ന് വിളിക്കുന്നതിൽ എന്തില്ല, തെറ്റൊന്നും പറയാനില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ ഏകദേശം ഷീകളുടെ ആ ഒരു വേഷവിധാനത്തിലേക്ക് തന്നെ കേരള ഷിയാക്കൾ, ഇപ്പൊ പറയുന്ന വാക്ക് പറഞ്ഞാൽ കാന്തപുരം ഷിയാക്കൾ, കാരന്തൂരി ഷിയാക്കളും മറ്റും ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട് ആ വേഷവിധാനത്തിലേക്ക്. ഹക്കീംചാരെ കെട്ട് കണ്ടിട്ടുണ്ടോ? ഹക്കീംചാരെ കെട്ടും ഹക്കീംചാന്റെ ഉപ്പാരെ കെട്ടും രണ്ടാണ്. ഹക്കീംചാരെ ഉപ്പാരെ കെട്ട് പഴയ കെട്ട് മൂലാന്മാരെ, ഹക്കീംചാരെ കെട്ട്
ശരിക്കും ഇറാനി കെട്ടാണ്. ഷെയ്ഖ് ഹുസൈൻ ഹക്കീം തന്നെ മനസ്സിലായില്ല, കഴിഞ്ഞാഴ്ച വന്നെങ്കിൽ മനസ്സിലായിട്ടേനു. അതായത് വേഷത്തിലും ഇനി അങ്ങോട്ട് വർത്തമാനത്തിലും ഒക്കെ ഒരു പക്ഷേ നോളജ് സിറ്റിയിലുള്ള മസ്ജിദുൽ ഫതഹക്ക് കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം, എൻ്റെ ഓർമ്മ ശരിയല്ല, റമദാനിൽ ഹക്കീം ചാ അവിടെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി. അവസാനത്തെ 10 ഔലിയാക്കളോടൊപ്പം ഇഅ്തികാഫ്. കാരണം മുമ്പിലിരിക്കുന്നത് ആരാ? മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ. അപ്പൊ മസലുൽ ഹിമാർ ആണ് മുമ്പിലിരിക്കുന്ന ആളുകൾ. അർത്ഥം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവേണ്ട, ഞാൻ ഇല്ലെങ്കിൽ പറയാ കഴുതകൾ. ഖുർആന്റെ ഭാഷ പറഞ്ഞാൽ കഴുതകൾ. എന്താ കഴുത എന്ന് അള്ളാഹു അവരെ വിശേഷിപ്പിക്കാൻ കാരണം? ജൂതന്മാരെ ഹുമ്മിലു തൗറാത്ത്, അവരെ കൈമേൽ കിതാബുണ്ട്, നമ്മുടെ കൈമേൽ ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഹിക്മത്തുണ്ട്, സുന്നയുണ്ട്. പക്ഷെ കഴുതന്റെ മുകളിൽ ഈ ഖുർആനും അതിന്റെ തഫ്സീറും ഹദീസുകളും അതിന്റെ ശറഹും ഒരു 10 അടിക്ക് വെച്ചാലും കഴുതക്കൊരു ഭാരം തോന്നും നടക്കുമ്പോൾ, എന്തോ അതിന്റെ മുകളിലുണ്ട്. അതേപോലെയാണ് ഈ ഹിമാറുകൾ. കൈമേൽ എന്തുണ്ട്? ഖുർആൻ ഉണ്ട്, അവരുടെ ഭക്തബൈലി കിതാബുകളുണ്ട്. പക്ഷെ കഴുത ചുമന്ന പോലെ ഒരു ഭാരം ഉണ്ടെന്നല്ലാണ്ട് ഉള്ളിലെന്താ സംഗതി എന്ന് അറിയില്ല. അതുകൊണ്ട് ഹക്കീം ഷാ പറഞ്ഞു ഔലിയാക്കളോടൊപ്പം ഇഅ്തികാഫ്. അപ്പൊ ഓരോ ദിവസവും അവിടെ വന്ന് താമസിക്കാം. അവിടെ റൂമിന്റെ സംവിധാനം, ഭക്ഷണ സംവിധാനമൊക്കെ ഉണ്ട്. ഒരു ദിവസത്തേക്ക് ഇത്ര പൈസയാവും. സുഹ്ബത്തുൽ ഔലിയ, മൂപ്പരവകൊരു പേരും. ഔലിയാക്കളുടെ സുഹ്ബത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഅ്തികാഫ് ചെയ്യാം. എവിടുന്ന ഔലിയാക്കൾ വരുന്നുള്ളത്? മിസ്ർ, സിറിയ, പിന്നെ മൊറോക്കോ, അതൊക്കെയാണ് സൂഫി കേന്ദ്രങ്ങൾ. സഊദിയത്തുൽ അറബിയയിൽ നിന്നും എന്തില്ല, ഒറ്റ വലിയും അങ്ങോട്ട് വന്നിട്ടുമില്ല. അങ്ങനെ പല പരിപാടികൾ. അപ്പൊ ഇതാണ് അവരുടെ ഒരു മെയിൻ സെറ്റ്. ഷിയാക്കൾ ഹറമിലെത്തി കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് പോലും മൊയ്തീൻ ഷെയ്ഖേന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ 99.9 ആ പൈസ വെറുതെ പോവലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ ശരിക്കും അള്ളാഹുവിന്റെ അതിഥികളാണ്. മാത്രമല്ല ദഅഹും ഫഅജാബൂഹു, അള്ളാഹു അവരെ വിളിച്ചു, അവർ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തു. വസഅലൂഹു ഫഅഅതാഹും, അവിടെ ചെന്നിട്ട് അവരെന്ത് ചെയ്യും? അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹു അവർക്ക് ആ ചോദിച്ചത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ അതിഥിയായി അവന്റെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കണം. അതിനു വേണ്ടി പൈസ സ്വരൂപിച്ച് വെക്കണം. ശരിക്കും അങ്ങനെ ചെയ്യണം. നമ്മൾ ഒറ്റടിക്കൊരു പൈസ നമുക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. അതിങ്ങനെ പോകും. ഒരു മാസം 1000 രൂപ അതിനു വേണ്ടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ 2000 രൂപ മാറ്റി വെക്കുക. എത്ര മാസം വെക്കേണ്ടി വരുമെന്ന് പോവാൻ? ഞാൻ പണ്ടേ 10 തോറ്റുകൊണ്ട് പിന്നെ കണക്കിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. മതി. ഒരു 75,000 രൂപ ആവാൻ വേണ്ടി എത്ര 2000 മാറ്റി വെക്കണം? 3 കൊല്ലം മുമ്പ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഉംറക്ക് പോയിക്കൂടെ? ഒന്ന് ഹോട്ടലിൽ പോയാൽ തന്നെ പൈസ 2000 രൂപ ചെലവാകും. പക്ഷെ ഇതാരും ചിന്തിക്കുന്നില്ല. അങ്ങനെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ അതിഥിയായി മക്കയിലേക്ക് പോവാൻ റെഡിയാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ ചെയ്തുകൊണ്ടിരിക്കണം. കഴിയുമ്പോഴൊക്കെ പോകണം. അബ്ദുല്ലാഹിക്കല്ലം എന്ത് ചെയ്യണം? പോയിക്കൊണ്ടേയിരിക്കണം. തുടരെ താബിഉ. അതിന്റെ കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്, 2 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാണ്ടാക്കും. ഒന്ന് ദാരിദ്ര്യം. ആളുകൾ പോവാത്ത എന്തുകൊണ്ടായിരിക്കും? പൈസ അത്രയും ചെലവാന്നുള്ള പേടിയിലാണ്. അല്ലെങ്കിൽ ഒന്നും പൈസ ഇല്ലായിട്ട്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും ആ പോക്ക്. പിന്നെന്തിനെ? പാപങ്ങളെയും. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 5 മാസം കൂടുമ്പം ഉംറയ്ക്ക് പോകാനുള്ള സൗകര്യമുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് എന്താവാം? ക്ലിയർ ആയിട്ട് യാത്രയാവാം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. എങ്ങനെയാണെന്ന് അറിയാം? റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞത്, സ്വർണ്ണ വെള്ളികൾ തീ ചൂടാക്കി അതിൻ്റെ
ആ കറകൾ കളയുന്നുണ്ടല്ലോ, അതുപോലെ ദാരിദ്ര്യവും പാപങ്ങളും ഉംറയും ഹജ്ജും ക്ലിയർ ആക്കി കളയും. വേറൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദീമുൽ ഹജ്ജ വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും നിത്യമാക്കണം. അപ്പൊ കഴിയുന്നത്ര ആഗ്രഹിക്കണം, കഴിയുന്നത്ര തയ്യാറാവണം, കഴിയുന്നത്ര അള്ളാഹുവിന്റെ അതിഥികളായിട്ട് പോവുകയും വേണം. ഈ ഹജ്ജ് ഉംറ എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു ഇബാദത്ത്, അള്ളാഹുവിന്റെ അതിഥികളായിട്ട് അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്ന ഇബാദത്തിന് പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസവും ക്ലേശവും അനുഭവിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സുഖകരമായി ഹജ്ജും ഉംറയും ചെയ്തു വരിക എന്നുള്ളത് വളരെ ചുരുക്കം മാത്രമാണ്, വളരെ ചുരുക്കം. എന്തുകൊണ്ടറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലക മിനൽ അജ്രി അലാ ഖദ്രി നസബിക് വനഫഖതിക്. അവിടെ പോയിട്ട് നിനക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിന്റെയും നീ ചെലവാക്കുന്ന പൈസന്റെയും തോതനുസരിച്ചായിരിക്കും ഈ രണ്ടിന്റെയും കൂലി നിനക്ക് കിട്ടുക. അപ്പൊ അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളോടുകൂടിയുള്ള ഇബാദത്താണ് ഹജ്ജും ഉംറയും. കഴിയുന്നത്ര നിർവഹിക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉംറ നിർവഹിക്കുന്ന ഒരാള്, ഞാനിത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്ന നിലക്ക് പറയാൻ, എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിൽ പോവാൻ. അപ്പോൾ ഒന്ന് അയവിറക്കാൻ വേണ്ടിയിട്ട് പറയാൻ. പിന്നെ ഹൈദരാബാദ് പോലത്തെ ആൾക്കാർക്ക് എന്താവും, ഒരു പ്രയോജനമാവും. അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അവരും കൂടെ ഉണ്ടാവും. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉംറക്ക് പോകുന്ന ഒരാള് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരുക്കമാണ്. ആ ഒരു യാത്ര ഒരു ഒരുക്കമാണ്. അതായത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് പറയപ്പെടുന്ന ഒരു ഒരുക്കമുണ്ടല്ലോ. ഒന്ന്, അള്ളാഹുമായിട്ടുള്ള ഹക്കുകൾ പൂർത്തിയാക്കുക. പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. ഇത് പറഞ്ഞാൽ ഷിർക്ക്, ബിദ്അ, ഖുറാഫാത്ത് പോലെയുള്ളതിൽ നിന്നെല്ലാം നഫ്സിനെ ക്ലിയർ ആക്കുക. ഒന്നാമത്തെ ഒരുക്കം അതാണ്. കാരണം ഇതിന്റെ കറയോടുകൂടി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒരിക്കൽ മുഹദില് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ സിയാറത്ത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അത് പ്രത്യേക സുന്നത്തുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിലേക്ക് പോയിട്ട് അവിടുത്തെ ഖബർ സിയാറ ചെയ്തിട്ടുണ്ട്. അവിടെ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത്, എന്ത് ദുആയാണ് പറയേണ്ടത്. അപ്പൊ 2 പെണ്ണുങ്ങളും അതിന്റെ മുമ്പ് നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞു, പറ്റൂല, നമുക്ക് ചെയ്തൂടാ, അവർക്ക് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് പോവാം. അപ്പൊ എന്നോട്, നിങ്ങൾ ചെയ്തോ, നമ്മളിത് ചെയ്യും എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നമുക്ക് നമ്മുടെ ദീൻ. അത്തരത്തിലാണ് ആ ഒരു കലർപ്പ്, ആ കറയോടുകൂടി ആ പുണ്യഭൂമിയിലേക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ ആദ്യത്തെ ശരിക്കും ആ ഒരുക്കം അള്ളാഹുമായിട്ടുള്ള ഹക്ക് ക്ലിയറാക്കുകയാണ് പോകുന്ന ആള്. രണ്ടാമത് ഹുഖൂഖുൽ ഇബാദിൽ നിന്ന് ക്ലിയർ ആവുന്നു. മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. അള്ളാഹുമായിട്ടുള്ള ഹക്ക് പൂർത്തിയാവാണ്ട് മരണം അല്ലെങ്കിൽ ആ യാത്ര സുഖകരമാവൂല. ഇബാദുകളുമായിട്ടുള്ള ഹക്കുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് വലിയ അപകടം പിടിച്ച യാത്രയുമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. ഹുഖൂഖുൽ ഇബാദ്, ആളുകളോടുള്ള കടബാധ്യത, കൊടുക്കാൻ പറ്റിയ കൊടുക്കുക, അല്ലാത്തത് താമസം പറയുക, കാലതാമസം ചോദിച്ചു വാങ്ങുക. പിന്നെ ബന്ധുക്കളുണ്ടാവും, പിണങ്ങിക്കഴിയുന്നവരുണ്ടാവും, ആ പണക്കം മാറ്റുക. എന്തെങ്കിലും പറഞ്ഞു പോയി കുശുമ്പ്, വൈരാഗ്യം, ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും, കണ്ട് അത് സുൽഹിലാക്കുക. ഇതെല്ലാം ചെയ്തിട്ട് വേണം യാത്രയാവാൻ. അതേ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പുള്ള നമ്മൾ ഒരുക്കവും. അതെല്ലാം ഉൾപ്പ പണ്ടേ പറയുന്നുണ്ട്, എല്ലാം ഒരുങ്ങി പെട്ടെന്ന് മരിച്ചു പോയിക്കൂടാ. പിന്നെയോ ഒരുപാട് കിടന്നിട്ട് വീട്ടിലുള്ളവർക്ക് പ്രയാസമായിട്ടും മരിച്ചുകൂടാ. എല്ലാ ഹക്കുകളും തീർത്ത് മലക്കുൽ മൗത്തിനെ കാത്തിരുന്ന് ആ നല്ല ആരോഗ്യത്തിന്റെ അവസ്ഥയിൽ എന്നവരെ പോവല്ലേ, പോവാം. അങ്ങനെ പോയാൽ അത് നല്ല യാത്രയായിരിക്കും. അതുകൊണ്ട് ഉംറക്ക് മുമ്പും അങ്ങനെ തന്നെ ഒരുങ്ങുക. സ്വന്തം നഫ്സിനെ ഒരുക്കൽ അങ്ങനെയാണ്. പിന്നെയോ ശരീരത്തെയും ഒരുക്കണം. ഉംറക്ക് പോകുന്ന ഒരാള് നഖം വെട്ടി, അതേപോലെ തന്നെ പിന്നെ കക്ഷരോമം, ഗുഹിരോമങ്ങളൊക്കെ വടിച്ച് ശുദ്ധിയായി, ജനാബത്തിന് വേണ്ടി കുളിക്കുന്ന പോലെ നല്ല ശുദ്ധിയോടുകൂടി ക്ലിയറായി കുളിച്ച്, അതൊരു തയ്യാറെടുപ്പാണ്. ഒരു വലിയ കർമ്മത്തിന് വേണ്ടി അള്ളാന്റെ അതിഥിയായിട്ട് അവന്റെ പുറക്കേക്ക് പോവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ കുളി. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിട്ട് പോകാൻ വേണ്ടി എന്തും കൂടി പഠിക്കും,
താടിയും കൂടി പഠിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടത്. കൂടെ വരുമ്പോൾ ആളുകൾ പിന്നെ ഒന്നാമത് മൊട്ടയടിക്കും. ഇത് അവിടെ പോയിട്ട് പിന്നെ മുടി കൊടുത്താൽ കൂലിയുണ്ട്. പക്ഷെ ആ മുടി ഇവിടുന്ന് കൊടുത്ത് ഇവിടുന്ന് താടിയും പഠിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ട് വരും. അറിയാത്തോണ്ടാണ്. അതല്ല, അങ്ങനെ ശരീരവും ശുദ്ധിയാക്കി മനസ്സും ശുദ്ധിയാക്കി ആണ് യാത്ര മീഖാത്ത് വരെ. മീഖാത്തിൽ നിന്ന് വേറൊരു കാര്യം കൂടി ആ യാത്രക്കാരൻ ഓർക്കും. അയാളുടെ വസ്ത്രം ഊരും. ആണുങ്ങൾ, അതായത് ഇനി അങ്ങോട്ട് തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നുമില്ല. രണ്ട് വസ്ത്രം മാത്രം, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. പല കാര്യങ്ങളും ആ സമയത്ത് മനസ്സിലേക്ക് വരികയും ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ തുന്നപ്പെട്ട വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്നും ആരോ ഊരും. അങ്ങനത്തെ ഒരു ദിവസം വരാനില്ലേ? നമ്മളെ മൂത്താപ്പ മരിച്ചപ്പം പയ്യന്നൂർ ഹോസ്പിറ്റലിൽ നിന്ന്, ഇപ്പം ഞാനും ജമാലും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ചിലപ്പോൾ കാണുമ്പം നമ്മളെ മനസ്സിലേക്ക് അങ്ങ് കയറുമല്ലോ. മൂത്താപ്പ കുപ്പായം ഇട്ടിട്ടുണ്ട്, തുണി എടുത്തിട്ടുണ്ട്. അപ്പം സിസ്റ്റർ വന്നു, ഒരു കത്രിക എടുത്തിട്ട് ആ കുപ്പായം മുറിക്കുകയാണ്. ചിലപ്പം ആരോഗ്യവാന്മാരായ നമ്മളും അതേപോലെ മൂത്തായാൽ രാവിലെ ഇട്ട വസ്ത്രം മൂരൽ നമ്മളായിരിക്കൂല, വേറവായിരിക്കും. അപ്പൊ സ്വന്തം ഇട്ട വസ്ത്രം മൂരാൻ പോലും കഴിയാത്ത മനുഷ്യന്മാര് അഹങ്കാരത്തോടെ നടക്കുന്നതിലും കാര്യമില്ല. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ പറഞ്ഞ പോലെ അഹ്കാമുൽ ജനായിസിൽ, മയ്യത്ത് മരണപ്പെട്ട് കഴിഞ്ഞ ഒരാൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതിൽ ഒന്ന് കണ്ണടച്ചു കൊടുക്കണം എന്നാണ്. സ്വന്തം തുറന്ന കണ്ണാണ്, പിന്നെ ഇനി അടക്കാൻ കഴിയില്ല. ഇനി അത് അടക്കണമെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അടച്ചേരണം. അത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ കഥ. ആ രണ്ട് തുണിയിലേക്ക് മാറുന്ന രണ്ട് വെള്ള വസ്ത്രം, അത് മാത്രം. മീഖാത്തിലെത്തി ഇഹ്റാമിലേക്ക് പ്രവേശിക്കലോടുകൂടി ലോകത്തുള്ള മുഴുവൻ ആണുങ്ങളും ഒന്നായി. അവിടെ പൈസക്കാരനുമില്ല, പാവമില്ല, വിദ്യാഭ്യാസം ഉള്ളവനുമില്ല, പാമരനുമില്ല, മുതലാളിയില്ല, തൊഴിലാളിയില്ല. എല്ലാവരും ആ രണ്ട് തുണിയിൽ മാത്രം. അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭവനത്തിലേക്ക് അങ്ങനെ തന്നെയാണ് പോകേണ്ടതും. വിനയാന്വിതനായി മുത്തവാദിയായി രണ്ട് തുണി. എന്തുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് തുണി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്? അല്ലാഹു ആലം. വേറെ എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവാം. അങ്ങോട്ടുള്ള പല കർമ്മങ്ങളിലും വേറെ എന്തൊക്കെയോ ഹിക്മത്തുകൾ ഉള്ളതുപോലെ രണ്ട് തുണി, ഒരു വെള്ള തുണി ഉടുക്കാൻ, ഒരു വെള്ള പുതക്കാൻ. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? ശരീരത്തിലൊക്കെ നല്ല അത്ര ഉപയോഗിച്ച് നന്നായിട്ട് മണപ്പിക്കാം. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ആ മണം ആവാനും പറ്റൂല. എന്തുണ്ടായിരിക്കും? അതിന്റെ ഹിക്മത്ത് എന്തായിരിക്കും? ശരീരത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഊത് തേച്ചിട്ട് താടിയിലും നെറ്റിയിലും ഒക്കെ ആ ഊതിന്റെ തിളക്കം ഞാൻ കണ്ടു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. അത്രയും ഊത് തേച്ചു ബോഡിയിൽ. ആയിഷ ബീവി തേച്ചു കൊടുത്തു. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ആ സമയത്ത് അങ്ങനെ തേച്ചു കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ തുണിയിലാവാൻ പറ്റില്ല. ഈ തുണിയിൽ എന്തെങ്കിലും സുഗന്ധമായി പോയാലോ അത് കഴുകി അതിന്റെ മണം പോകുന്നവരെ കഴുകണം. ഒരിക്കലും പറ്റൂല. ചില ഉസ്താദുമാരുടെ ഉലമാക്കളുടെ ക്ലാസ് കേട്ടിട്ടുണ്ട്. അതായത് ഹജ്ജ് ഉംറ അള്ളാന്റെ അതിഥികളായി ചില കർമ്മങ്ങൾ ശരീരം കൊണ്ട് ചെയ്യാൻ പോവാൻ. ഹജ്ജ് ഉംറയും കുറേ പറയലല്ല, വായു കൊണ്ടുള്ള കൗലിയായിട്ടുള്ള കമലുകൾ കുറവാണ്. ബദനിയായിട്ടുള്ള അമലാണ്. നടക്കാനും ഓടാനും ചെയ്യാനുമുള്ള ക്ഷീണിക്കും, വിയർപ്പ് വരും, ദുർഗന്ധമുണ്ടാവും. അതിനോടൊപ്പം അത് പൂർത്തിയാക്കൽ. അതിന്റെ പിറകിലുള്ള ഹിക്മ അല്ലാഹു ആലം. രണ്ട് തുണി. പെണ്ണുങ്ങൾ സാധാ പോലെ പ്രത്യേകിച്ച് വസ്ത്രങ്ങളൊന്നുമില്ല. ഒരു ഫർദ് നിസ്കാരത്തിന് ശേഷമാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കൽ സുന്നത്തല്ലേ? ഫർദ് നിസ്കാരത്തോടു കൂടി. ഇല്ലെങ്കിൽ വുദൂഇന്റെ 2 റക്അത്ത്, ഇഹ്റാമിന് പ്രത്യേകിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇല്ലതാനും സുന്നത്തായിട്ട്. മുഹ്രിമായി 2 വസ്ത്രമായി പിന്നെ അങ്ങോട്ട് കഅബാലയത്തിന്റെ മുറ്റത്തെത്തുന്നത് വരെ അയാളെ സംബന്ധിച്ച് പറയാനുള്ളത് ഒറ്റ ഒരു വാക്കാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പക്ക തൗഹീദിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് കഅബന്റെ മുന്നിലേക്ക് ഇവർ പോവുക. ഇഹ്റാം കെട്ടിയ ആണുങ്ങളും പെണ്ണുങ്ങളും. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും മാത്രം ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മുഴുവൻ മറക്കുക. മുഖം മറക്കൽ ഹറാമാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യപുരുഷന്മാരെ മുന്നിൽ വന്നാൽ തലയിലുള്ള തുണി വലിച്ച് മുഖത്തേക്ക് ഇടാറുണ്ട്. അപ്പൊ അത് ചെയ്യണം. അന്യന്മാരുടെ മുമ്പിൽ അപ്പോഴും മുഖം കാണിക്കാൻ പാടുള്ളതല്ല.
ലബ്ബൈക് അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു. നീ തന്ന പൈസ, നീ തന്ന ആരോഗ്യം, നീ തന്ന സമയം, നീ ആവശ്യപ്പെട്ടു, ഞാൻ തന്നു, ഞാനിതാ ഹാജരായിരിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബാലയം എത്തുന്നവരെ പിന്നെ അങ്ങോട്ട് തൗഹീദ്. ഈ പറയുന്ന തൽബിയത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന അധികം ആളുകൾക്കും അറിയില്ല, അവരെ കൊണ്ടുപോകുന്ന അമീറന്മാർക്കും അറിയില്ല. എന്തുകൊണ്ടറിയോ? പോയി മക്കയിലെത്തി മക്കയിലെ ഹോട്ടലുകളിലുള്ള മുസല്ലകളിൽ, ഹോട്ടലിൽ നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ രാത്രി റാത്തീബും കുത്തുബിയത്തും ഉണ്ടാവും. ഒരിക്കൽ ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് ഒന്ന് അയച്ചു കൊടുത്താലോ എന്ന്. പിന്നെ അവിടെ ഹോട്ടലുകാർക്ക് പ്രശ്നമൊന്നുമില്ല, ഹോട്ടലിൽ കസ്റ്റമറിനെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണടക്കും. കുത്തുബിയത്ത് രാത്രിയിൽ ഹോട്ടലിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ആൾക്കാരോട് വരാൻ പറഞ്ഞ് ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു മൗലാറും കുറേ ഈ ലിഫ്റ്റില് രണ്ട് പെണ്ണുങ്ങൾ നമ്മളെപ്പരം ഓടിച്ചാടി വന്നു. ഞാൻ വിളിച്ചു, എന്തൊന്നും ഇങ്ങനെ തിരക്ക്, എടുത്തേക്ക് പോകുന്നു? അപ്പൊ മുകളിൽ റാത്തീബുണ്ട്. പെണ്ണുങ്ങനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റാത്തീബാ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ റാത്തീബ് പറഞ്ഞു. അപ്പൊ എന്നെ നോക്കിയിട്ട്, നിങ്ങൾ മറ്റേതാണല്ലേ പെണ്ണുങ്ങോ? അപ്പൊ മൗലാർ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ മറ്റേ ടീം വരും, ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു, ഈ ധൃതി നിങ്ങൾ ഖുർആൻ പഠിക്കാനും ഖുർആൻ ഓതാനും ഖുർആനെ വാസിക്കാനൊക്കെ കാണിക്ക്, ഇതൊന്നും ചെയ്യാൻ പാടില്ല ഒന്നും പറയുന്നില്ല. മൂടി, നിങ്ങളെപ്പറ്റി നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ നമുക്ക് പറഞ്ഞത് ഇങ്ങനത്തെ ടീമുകൾ ഉണ്ടാവും. പോയി റാത്തീബിന് പോയി ഭയങ്കര ഒച്ചത്തിൽ ആ സ്പീക്കർ വെച്ചിട്ട് പാട്ടും അതും ഇതും ആണും പെണ്ണും എല്ലാം ഒരുമിച്ച്. അപ്പൊ എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാല് തൽബിയത്ത് ഒന്നാമത് അവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയോ? ഇതെന്താ സംഭവം, ഞാൻ എന്താ ഈ പറയുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കില്ല. മൗലന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. ഹക്ക് സാധാരണക്കാരന് പഠിപ്പിച്ചു കൊടുക്കില്ല. എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ അറബി ഭാഷയുടെ പഠനം ഇല്ലാതായത്? പണ്ട് അറബി ഉണ്ടായിട്ട് സ്കൂളിൽ, പണ്ട് മദ്രസയിൽ 1 തൊട്ട് 10 വരെ അറബിയല്ലേ, അറബി കിതാബല്ലേ. ഈ അറബി മലയാളം എന്ന് പറയുന്ന ആ ലിപിയും ആ ഭാഷയും കൊണ്ടുവന്നത് മൗലന്മാരാണ്. എന്തായിരിക്കും കാരണം? ഒരു ചെറിയ തിരക്ക് അറബി ഭാഷ കേരളത്തിലുള്ള മുസ്ലിം, ശരിക്കും പറഞ്ഞാല് അങ്ങോട്ട് പോട്ടെ, ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോട്ടെ, കേരളം ഗൾഫ് നാടുമായി പണ്ടേ ബന്ധം. നമ്മൾ ബഹ്റൈനിലെ ശേഖന്മാരൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇവരുടെ ഈ വാണിജ്യ ബന്ധങ്ങളെ പറ്റി പറയും, കേരളത്തിൻ്റെയും അതേപോലെ ബഹ്റൈൻ്റെയും. അപ്പൊ അത് വെച്ച് നോക്കുമ്പം കേരളത്തിലുള്ള ആൾക്കാർ അറബി ഭാഷ കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതെന്തോ മുന്നിൽ കണ്ടുകൊണ്ട് നിർത്തലാക്കി അറബി മലയാളത്തിലേക്ക് മാറ്റിയത് പ്രമാണങ്ങൾ മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് ആൾക്കാർ പോയി പോകുമെന്നുള്ള പേടി കൊണ്ടാണ്. അതുകൊണ്ട് ഹക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല, തൽബിയത്തിന്റെ അർത്ഥോ ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല. മറിച്ച് എന്താ പറയാന്നറിയോ? ഞാൻ പറയും, അത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളണം, പറഞ്ഞോളണം. ചില അമീറന്മാര് കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ നടക്കേണ്ട എങ്ങനെയാ? നമ്മുടെ ഇടത് ഭാഗത്ത് കഅബ വരണം, എന്നിട്ട് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് അല്ലേ നടത്തം. സൗരയൂഥത്തിലെ പല ഗ്രഹങ്ങളും അങ്ങനെ കറങ്ങുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. ഈ ഹജ്ജിന്റെ ഉംറന്റെ ഓരോ കർമ്മങ്ങളെ പറ്റിയും വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തിരിച്ച ഇടതുഭാഗം ഇത് കഅബയാണെങ്കിൽ ഇടതുഭാഗം വെച്ചിട്ട് ഇങ്ങനെ നടക്കണ്ട്. ചില അമീറന്മാർ എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ നിൽക്കും, മുമ്പോട്ട് നടക്കേണ്ടതിന് പകരം മൂപ്പര് ബാക്കോട്ട് നടക്കുക. കാരണം ടീമിലുള്ള എല്ലാവർക്കും മൂപ്പര് വായിക്കുന്ന കേൾപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ആദ്യം പോയ ടീം കേട്ടല്ലോ, അപ്പൊ ഇയാളെ കുറച്ച് ബേക്കോട്ട്, അപ്പൊ ബേക്കിലുള്ള ആൾക്കാരും കേൾക്കും. അങ്ങനെ ബേക്കോട്ട് നടന്നിട്ടാണ് അമീർ എന്ത് ചെയ്യുക? തവാഫ് പൂർത്തിയാക്കുക. അവന്റെ തവാഫ് ബാത്തിലല്ലേ, നേരെ നിൽക്കാനും പറ്റും, ബേക്കോട്ട് നടക്കാനും പറ്റുമല്ലോ തവാഫില്. അമീറിന്റെ തവാഫേ പോയി, പിന്നെ മമൂരിങ്ങളെയോ ഇങ്ങനെ റബ്ബന, അപ്പൊ മേക്കുന്ന റബ്ബന ആതിന ആതിന ഫിദ്ദുനിയ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അമീറിന്റെ മൈക്ക് ഓഫായി. അപ്പൊ ബേക്കുന്ന ആരും മുണ്ടുന്നില്ല, ആരും കേട്ടില്ല, പിന്നെ ബാക്കി പറയാൻ കിട്ടുന്നില്ല. ഒരു എന്താ പറയാ, ഒരു ഇത് കാണിക്കുക. അത് പറഞ്ഞു കൊടുക്കാത്ത തൽബിയത്തിന്റെ ശരിക്കുള്ള മാന കൂടെ വന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താല് ആൾക്കാർ എല്ലാ മൂലാർക്ക് അപ്പം ഒന്നും ചേർക്കാൻ പാടില്ല, പരമാധികാരം അള്ളാഹുവിനാണ്, ഒരു ശിർക്കും ചെയ്യാണ്ട് ഞാൻ വന്നിരിക്കുന്നതല്ലേ ഈ പറഞ്ഞത്. നമ്മ മാലിക്കിന്റെ അടുത്ത് പോയിട്ടല്ലേ ഈ വരുന്ന്, അപ്പൊ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ
അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിനും അർത്ഥം പറഞ്ഞു കൊടുക്കൂല. കഅബാലയത്തിന്റെ മുറ്റത്തെത്തുന്നവരെ പിന്നെ പറയേണ്ട ജോലി തൽബിയത്താണ്. കഅബന്റെ മുമ്പിൽ എത്തിയാൽ തൽബിയത്തിന്റെ സമയവും കഴിഞ്ഞു. ആണുങ്ങളും പെണ്ണുങ്ങളും കഅബന്റെ മുമ്പിലെത്തി. എന്ത് പറഞ്ഞാലും കഅബ ആദ്യമായി കണ്ണുകളിൽ ദർശിക്കുന്ന സമയം ഒരു ഫീലിംഗ് ഉണ്ട് മനസ്സിന്. അതിപ്പം മാസാമാസം പോകുന്ന ആൾക്കാരാണെങ്കിലും കഅബ ഇങ്ങനെ കാണുമ്പം ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട് മനസ്സിന്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ വല്ലാണ്ട് കരഞ്ഞു പോകും. നമ്മൾ കണ്ടിട്ടുണ്ട്. ഉലമാക്കൾ പറഞ്ഞു കഅബ കാണുമ്പം പ്രത്യേക ദുആ സുന്നത്തില്ലല്ലോ, ഇല്ല. പക്ഷേ ആ ഒരു സാഹചര്യ സന്ദർഭം ഉണ്ടല്ലോ, അതായത് കഅബാലയം കണ്ണിൽപ്പെട്ട് നമ്മുടെ മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഫുള്ള് കണക്റ്റ് ആയിരിക്കും. ഏത് അള്ളാഹുമായിട്ടും ആ ഒരു വേറൊന്നും മനസ്സിലുണ്ടാവില്ല. അസമയം എന്ത് ചെയ്തോളാം, സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ദുആ ചെയ്തോളാം. ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് കഅബാലയം നോക്കി, പ്രത്യേക സുന്നത്തൊന്നുമില്ല, പ്രത്യേക ഭാഷയുമില്ല, മലയാളത്തിൽ ദുആ ചെയ്തോളാം. കാരണം ആ സമയത്തുള്ള ദുആ ചിലപ്പോൾ എന്താവും, അങ്ങോട്ട് പോകും. കാരണം മനസ്സത്ര ക്ലിയറാണ്. കാരണം എത്ര കൊല്ലത്തെ വീടാണിത്, എത്ര കൊല്ലം മുമ്പ് നിർമ്മിക്കപ്പെട്ട വീട്, അതിൻ്റെ രൂപം, അതിൻ്റെ നിർമ്മാണങ്ങൾ പല സമയത്തായി നടന്നിട്ടുണ്ടെങ്കിലും 1.25 ലക്ഷം അമ്പിയാക്കൾ നടന്ന സ്ഥലമല്ലേ, ഇസ്ലാമിന്റെ ഖിബിലല്ലേ, അവ്വലു ബൈത്തല്ലേ, മുബാറക്കായ സ്ഥലമല്ലേ. ദുആ ചെയ്തിട്ട് പിന്നെ മത്താഫിലേക്ക് കടന്ന് ഇഹ്റാമിന്റെ ഉംറയുടെ 2ാമത്തെ റുക്കിൻ തുടങ്ങുകയാണ്. മീഖാത്ത് നിന്ന് ഇഹ്റാം കെട്ടൽ 1, പിന്നെ പണിയുമില്ല, പിന്നെ 2ാമത്തെ തവാഫാണ്. ഹജറുൽ അസ്വദ് കഅബാലയം ശരിക്കും പറഞ്ഞാല് അതിന്റെ പിറകിലുള്ള സംഭവം ഉണ്ടല്ലോ. മക്കത്തുണ്ടായിരുന്ന ആ ജാഹിലിയത്തിൽ പോലും അവർ കാണിച്ച അവരുടെ ഒരു മാനസികാവസ്ഥ ഇന്നത്തെ പള്ളി മഹല്ലുകൾക്ക് വലിയൊരു മാതൃകയാണ് സത്യം പറഞ്ഞാൽ. കാരണം കഅബാലയം ശരിക്കും കുറച്ചും കൂടി നീണ്ടിട്ടല്ലേ, ഇബ്രാഹിം നബി പണിഞ്ഞത് കുറച്ചും കൂടി നീണ്ടിട്ടാണ്. പക്ഷെ അന്ന് വെള്ളപ്പൊക്കത്തിലും മറ്റുമൊക്കെ ആയിട്ട് കേടുപാട് പറ്റി ഖുറൈശികൾ അത് പൊളിക്കാൻ തീരുമാനിച്ചു. ഖുറൈശികൾ പൊളിക്കാൻ തീരുമാനിച്ച ദിവസം ഒരാൾ വന്നിട്ട് വിളംബരം ചെയ്തു, നിങ്ങളുടെ ഹലാലായ സ്വത്തിൽ നിന്ന് മാത്രമേ പുനർനിർമ്മാണത്തിനുള്ള പൈസ കൊണ്ടുവരാൻ പാടുള്ളൂ, ഹറാമ് വേണ്ട. കാരണം കള്ള് കച്ചവടക്കാരുണ്ട്, പലിശക്കാരുണ്ട്, പിടിച്ചു പറിക്കാരുണ്ട്, വ്യഭിചാരികളുണ്ട്, എല്ലാം ഉണ്ട് ആ നാട്ടില്. ഹലാലായ പൈസ മാത്രമേ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ, അള്ളാഹു അങ്ങനെ ആക്കുള്ളൂ. എങ്കിൽ ആ പള്ളിയെ പിന്തുടർന്ന് വരുന്ന ലോകത്തുള്ള മുഴുവൻ പള്ളികളും അങ്ങനെയേ ആവാൻ പാടുള്ളൂ. അത് സലഫികൾ ശ്രദ്ധിക്കാറുണ്ട്, ശ്രദ്ധിക്കലില്ലെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് ഒരു പള്ളി പണിയുമ്പം ഹലാലായ പൈസ കൊണ്ടല്ലാതെ ആ പള്ളിന്റെ ഒരു കുറ്റി പോലും ഉണ്ടായിക്കൂടാ, അതാണ് നിയമം. പക്ഷെ ഇന്ന് പല പള്ളികളും നിർമ്മിക്കുന്നത് നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരാണ്. 2 കോടി ലോട്ടറി അടിച്ചു, അയാൾ ബർക്കത്തിന് വേണ്ടി 2 ലക്ഷം പള്ളിയുടെ വയറിങ്ങിന് കൊടുക്കുകയാണ്. നടന്ന സംഭവമാണ് തൃക്കേപ്പൂർ ഭാഗത്ത്. അല്ലെങ്കിൽ വലിയ കള്ളക്കച്ചവടക്കാരൻ, അയാളായിരിക്കും പള്ളിയുടെ സെക്രട്ടറി. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസില്ലേ, മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ മിനൽ ഹുദ. അവിടുന്ന് ഹിദായത്തൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മക്കത്തെ ജാഹിലിയത്തിലെ ഖുറൈശികൾ വരെ ഹലാലായ സമ്പത്തോ അങ്ങനെ പൈസ തീർന്നു, പക്ഷെ പണി ബാക്കിയായി. അപ്പൊ അവരെന്ത് ചെയ്തു, അവിടെ ഹിജർ എന്ന് പറയുന്ന ആ ഇത് കല്ല് ആ വളച്ച് കെട്ടിയിട്ട് ഇതും കൂടി കഅബയിൽ പെട്ടതാണെന്ന് കാണിക്കാൻ വേണ്ടി കെട്ടിവെച്ചതാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആയിഷ ബീവി, ഞാൻ ഇത് പൊളിക്കാനും അത് പൂർത്തിയാക്കാനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഖുറൈശികൾ പ്രശ്നമാക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിന്റെ ആൾക്കാരായി ഇങ്ങനെ ആക്കി വെച്ചത് ഖുറൈശികളെ പറ്റിയിട്ട്. ഹിജർ തടയപ്പെട്ടതെന്ന് അതിൻ്റെ അർത്ഥം. അതായത് അതിൻ്റെ തവാഫ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാൻ പറ്റൂല, കാരണം അത് കഅബന്റെ ഉള്ളാണ്. ആയിഷ ബീവി കഅബന്റെ ഉള്ളിൽ നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചോളി, അത് കഅബന്റെ ഉള്ളാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. കഅബ പിന്നീട് വന്ന രാജാക്കന്മാരിൽ പലരും അന്ന് ശരിക്കും പറഞ്ഞാൽ കല്ല് സിമന്റ് ഇട്ട് കെട്ടിയതല്ല. സിമന്റ് മീൻസ് അന്നത്തെ കുമ്മായമോ അല്ലെങ്കിൽ മണ്ണ് കുഴച്ചതോ അന്നില്ല. കല്ല് കഷ്ണങ്ങൾ ഇങ്ങനെ മുകളിൽ വെച്ച് ഇങ്ങനെ കെട്ടി പോയതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ പള്ളി.
പിന്നീട് വന്ന ഭരണാധികാരികൾ മർവാന്റെയും മറ്റൊക്കെ കാലത്ത് ഉസ്മാനിയാക്കൾ എന്ത് ചെയ്തു? ആദ്യമായി ഉസ്മാനിയാക്കൾ ഈ എന്തായാലും പറയാ മണ്ണെല്ലാം കുഴച്ച് ഇന്ന് കാണുന്ന ആ ഒരു കോലത്തിലാക്കി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ കാലത്ത് അദ്ദേഹം തടഞ്ഞു. ഈ വന്നുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരെല്ലാവരും കഅബ പുനർനിർമ്മാണം നടത്തുന്നതിന് തടഞ്ഞു. അത് ചെയ്യേണ്ട, കാരണം അത് കഅബയോടുള്ള ഒരു അനാദരവായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അന്ന് നിന്നതാണ് പണി, പിന്നെ ഇങ്ങോട്ട് പണി നടന്നിട്ടില്ല. ആ കഅബയുടെ കഅബ എന്ന ക്യൂബിന്റെ അർത്ഥം എന്താ? ക്യൂബ്, അതാണ് കഅബന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞ കഅബന്റെ അർത്ഥം അതാണ്, ക്യൂബിന്റെ അർത്ഥമാണ് കഅബ. ആ രീതിയിലാണ് പണിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. അവിടെ നിന്ന് തവാഫ് തുടങ്ങേണ്ടതും. തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് ആണുങ്ങൾക്കൊരു ജോലിയുണ്ട്. അവര് പുതച്ചിരിക്കുന്ന തുണി വലത്തെ തോട് പുറത്താക്കി ഇടത്തെ തോളിലേക്ക് തുണിയുടെ രണ്ടറ്റങ്ങളും ഇടണം. ഇൽത്തിബ എന്നതിന്റെ പേര്. അതിന്റെ ഒരു താരീഖ് എന്താ അറിയോ? ഫത്ഹ് മക്കന്റെ സമയം ഖുറൈശികള് പറഞ്ഞു അത്രേ, മുഹമ്മദിന്റെ കൂടെ ആരാളുണ്ട്? കുറെ വയസ്സന്മാരും കുറെ അടിമകളും. നമ്മൾ എന്തിനാ അവരെ പേടിക്കുന്നു? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും കൂടെ വന്ന ആളുകളുടെ മസില് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ഇടാൻ പറഞ്ഞു, വെറുതെ അല്ല. ആ തോല് കാണണം അവര്. പക്ഷെ ഇന്ന് നമ്മളെ തോല് തൂങ്ങുന്നതാണ്, വേറെ കാര്യം. ഇന്ന് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ബിലാലിന്റെയും ഹംസയുടെയും ഒക്കെ ആ കൈയുണ്ടല്ലോ, അത് ആ മസ്ജിദ് ഖുറൈശികൾക്ക് അത് കാണിക്കാൻ വേണ്ടി തന്നെ. അബൂ സുഫിയാനും മറ്റൊക്കെ മുകളിൽ നിന്നിട്ട് ഈ പട്ടാളക്കാരെ നോക്കിയിട്ട് അത്ഭുതം പറഞ്ഞ താരീഖെല്ലാം ഉണ്ട്. അവരുടെ ആ കഴിവും ആ ശക്തിയും അതിനു വേണ്ടി തന്നെ അത്. അപ്പൊ അത് പുറത്താക്കിയിട്ട് വേണം ആണുങ്ങൾ തവാഫ് തുടങ്ങാൻ. പെണ്ണുങ്ങൾക്ക് അത് പ്രത്യേകത ഒന്നുമില്ല. ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്ന് ഇത് പറയുന്നതിനറിയോ, നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ആശ വരണം, അവിടെ എത്താൻ പോവണം. ഹജറുൽ അസ്വദിനെ മുത്തിക്കൊണ്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. കാരണം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. അത് നാളെ ആഖിറത്തിൽ അത് മുത്തിയവർക്ക് വേണ്ടി സാക്ഷി പറയുമെന്നും സഹിഹായി വന്ന ഹദീസുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹജറുൽ അസ്വദിന് എന്തില്ല? നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള കഴിവില്ല. ഹജറുൽ അസ്വദിന് ഇല്ലെങ്കിൽ പാലക്കാടുള്ള മറ്റേ കല്ലിനുണ്ടാവോ? പാലക്കാട് ഒരു കല്ലുണ്ട്, ഏതാ? നാട്ടുകല്ല്. ഈ നാട്ടിന്റെ പേരെന്താ? ഇത് നാട്ടാങ്കല്ലാണ്, അത് നാട്ടുകല്ലാണ്. അപ്പൊ കാണാൻ നമുക്ക് റോഡ് സൈഡിൽ വലിയൊരു പാറ ഗ്ലാസിന്റെ കൂട്ടിൽ വെച്ചിട്ട് അതിനെ പൂജിക്കുന്നുണ്ട്. ആര്? നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംമാര്, മൗലാന്മാര്. അവർക്കുള്ള പ്രചോദനമോ നമ്മളെ പകരയെ പോലുള്ള സ്വപ്നജീവികളുടെയും ബഡായി രാമന്മാരുടെയും കഥകളാണ്. ബഡായി രാമൻ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു പേര് പറയില്ലേ? ഏറ്റവും വലിയ കളവ് പറയുന്ന ടീം ഏതാ? ഒരാളുണ്ടല്ലോ വലിയ കളവ് പറയുന്ന ടീം. എന്ത് കാര്യവും കളവ് മാത്രം പറയുന്നൊരു മനുഷ്യനുണ്ട്. എന്തോ ഒരു പേരുണ്ട്, മാങ്ങട്ടച്ഛനല്ല, പാവം നമ്മളെ കേരളക്കാരനല്ലേ. വേറൊരു ടീമുണ്ട്, എന്തോ ഒരു കളവ് മാത്രമേ പറയുള്ളൂ. ഇംഗ്ലീഷ് പേരാ. കണാരനും രാമാട്ടച്ഛനും പിന്നായി മുസ്ലിയാരൊന്നുമല്ല. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ എംഗൽസ്. പക്ഷെ പകരയോടുകൂടി എംഗൽസിന്റെ സ്ഥാനം 2ാം നമ്പറിലേക്ക് താഴ്ന്നിരിക്കുന്നു. ഇപ്പൊ പകരാണ് ടോപ്പ് കള്ളൻ. കാരണം പകരം പറഞ്ഞെന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേർക്ക് നേരെ കണ്ട 4 പേരെ എനിക്കറിയാന്ന് പറഞ്ഞ്. കണക്ക് 4 എന്നെല്ലാം പറയുമ്പോൾ മുമ്പിലുള്ള കമസലി ഹിമാർ അല്ലാഹു സുബ്ഹാനല്ലാഹ് എന്ന് പറയും. കണ്ണുകൊണ്ട് എങ്ങനെ കണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഖബറിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് 4 കൂട്ടം കണ്ട്. വേറൊരുത്ത പറഞ്ഞെന്താ അറിയോ? എൻ്റെ ഇളയപ്പ ഇടക്കിടക്ക് കാണലുണ്ടായിനി. ഇളയപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിനിന്ന്. പക്ഷെ അവർക്കുള്ളൊരു പാഠമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ലിന്റെ മുമ്പിട്ട് പറഞ്ഞല്ലോ, ഇന്നി ലഅലം അന്നകി ലാ തദുർ വലാ തൻഫഅ ലൗലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. റസൂൽ നിന്നെ ചുംബിക്കുന്ന ഞാൻ കണ്ടു, അതുകൊണ്ട് മാത്രം ഞാൻ ചുംബിക്കുന്നു. നീ ഒരു ഉപകാരം ചെയ്യൂല, ഒരു ഉപദ്രവവും നീ ചെയ്യൂല. ചുംബിക്കണം, ഇല്ലെങ്കിൽ തൊട്ടുമുത്തണം, ഇല്ലെങ്കിൽ ആംഗ്യം കാണിക്കണം. ആംഗ്യം കാണിച്ചിട്ട് മുത്തൽ സുന്നത്തിനെതിരാണ്, അതില്ല.
ഇന്ന് നമുക്ക് ആംഗ്യം കാണിക്കാനേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഹംസനെ പോലത്തെ രണ്ടാൾ കൂടെ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിർത്തുക, നടുക്കൂടെ നമുക്ക് പോയിട്ട് മുത്തിയിട്ട് വരാം. ഇല്ലെങ്കിൽ നടക്കൂല. ഇല്ലെങ്കിൽ കുറച്ച് നൊയഞ്ഞ് കയറാനൊക്കെ പറ്റും, ആരോഗ്യം വേണം, നമുക്ക് കയറാൻ പറ്റും. തൊട്ട് മുത്തുന്നു, കഅബ ഇടതു ഭാഗത്താക്കി നടത്തുന്നു. മുത്തും നമ്മളെന്ത് പറയുന്നു? ബിസ്മില്ലാഹി അല്ലാഹ്. വേറൊന്നും ചെയ്യാൻ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത് വളരെ സിമ്പിളാണ്. മൗലവിമാർ അതിന്റെ കൂടെ എന്തെല്ലോ കൂട്ടിയിട്ട് എന്തോ ഒരു മല പോലെ ആക്കി വെച്ചിരിക്കുക അമലുകളെ. അത് അമലല്ല ശരിക്കും. ഒരാളിപ്പോ നല്ല തണുപ്പുള്ള കാലത്ത് കഅബാലയം തവാഫ് ചെയ്താൽ ഒരു തുള്ളി വിയർപ്പ് എൻ്റെ മേത്തുണ്ടാവില്ല. പക്ഷെ മൗലവിമാരെ കൂടെ പോകുന്ന ടീമിന് ഒരു സമാധാനം കിട്ടൂല. ആ ഈ വിയർപ്പില്ലാത്തപ്പം അപ്പൊ ഒരുത്തം പറയാ ഒരു 14 ചെയ്യാണ്ട് ഒരു സമാധാനം ഇല്ലപ്പാ, 7 പോരാ, അതുകൊണ്ട് ഒരു 14 ചുറ്റാം. അങ്ങനെ വിജയത്തിൽ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഓന്റെ വിചാരത്തിൽ ഒന്ന് വിയർക്കണം, ഒന്ന് ക്ഷീണിക്കണം, എന്നാലേ ഈ അമലാവും. അങ്ങനെയൊന്നുമില്ല. ചെയ്യാൻ പറഞ്ഞ അങ്ങനെ ചെയ്തിട്ട് പോവാ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, കൈ ഇങ്ങനെ കാണിച്ചിട്ട് നടത്തും. ആണുങ്ങള് ആദ്യത്തെ 3 നടത്തത്തില് കാൽപാദങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ഒന്ന് ഉഷാറായിട്ട് നടക്കണം. അങ്ങനെ ഒന്ന് തുള്ളി തുള്ളി നടക്കുക. റംല് എന്നല്ല പറയാ, റംല് നടത്തം. പക്ഷെ ഇപ്പൊ നടക്കാൻ കഴിയില്ല. ഇപ്പൊ നടക്കുമ്പോഴേക്ക് വേക്കുന്ന വന്ന് കാണ്ടി ചവിട്ടിട്ട് നമ്മൾ പോകും. ഒന്ന് വീണാൽ പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ എണീക്കാൻ വല്ലാണ്ട് പ്രയാസപ്പെടും. പെണ്ണുങ്ങൾ ആ തിരക്കിനിടയിലേക്ക് പോവല് ഹറാമുമാണ്. അത് പറഞ്ഞാൽ തിരിയില്ല ആർക്കും. പച്ച ഹറാമാണ്. കഅബാലയത്തിന്റെ മുറ്റത്ത് നടക്കുന്നുണ്ട്. നല്ല പർദ്ദയും പച്ചയും മഞ്ഞയും ചുവപ്പും റോസും എല്ലാം മക്കനിട്ട കേരളത്തിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളുണ്ടാവും. മിക്കതും തൊണ്ടികൾ. ഇവരിങ്ങനെ ആവേശം മൂത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഉമ്മച്ചേ എന്നൊന്ന് വിളിക്കണേന്ന് വിളിച്ചു പറയും. അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഇപ്പുറത്തെ ഒരു പാകിസ്ഥാനി, ഇപ്പുറത്തെ ഒരു സുഡാനി, അവിടെ ഒരു ആഫ്രിക്കക്കാരൻ, ഇപ്പുറത്തെ ഒരു ബംഗാളി. ഇതിൻ്റെ അടക്ക് പെട്ടാൽ മലയാളി മയ്യത്താവലല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അതും നാട്ടിലെ തൊണ്ടികൾ ഇങ്ങനെ ഉണ്ടാവും. ഹറാം, സംശയമില്ല കാര്യത്തിൽ. ഇടത് ഭാഗം കഅബന്റെ നേരെയാക്കി നടന്നു തുടങ്ങി. എന്ത് ചെയ്യും നടക്കുമ്പം? ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. പക്ഷെ മൗലവിമാര് പറയും അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം. കാരണം അമീറിന് എന്തെങ്കിലും ജോലി വേണ്ടേ? ഈ അമീറായിട്ട് പോയിട്ട് എന്തെങ്കിലും അമീർ ചെയ്ത് കൊടുത്തത് കൂടെയുള്ളവരെ തോന്നിപ്പിക്കണ്ടേ? എന്നോടൊരു പെണ്ണുങ്ങൾ പറഞ്ഞു, മംഗലാപുരത്തുള്ളത്, നമ്മൾ അമീർ ഒന്നും ചെയ്യുന്നില്ല, അതിൽ നോക്കി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തേ പറഞ്ഞുതരണ്ട്? പറഞ്ഞുതരാൻ എന്തെങ്കിലും വേണ്ടേ? തവാഫ് ദുആയിനുള്ളതാണ്. ഓരോ കാല് ചുവട്ടടി വെക്കുമ്പോഴും ഉയർത്തുമ്പോഴും ഒരു പാപം പൊറുക്കപ്പെടുന്നു, ഒരു ദർജ ഉയർത്തപ്പെടുന്നു, ഒരു നന്മ എഴുതപ്പെടുന്നു. ഹദീസ് സഹീഹാണ്. 10 നന്മയും 10 പാപങ്ങളും അതും ഹദീസിൽ വന്നിട്ടുണ്ട് ഓരോ നടത്തത്തിനും. അതുകൊണ്ട് കൂടുതൽ ദൂരെ നടന്നാൽ നടത്തത്തിന്റെ എണ്ണം കൂടും, കൂലിയും കൂടും. ഒന്നും പറയാനില്ല. തവാഫ് ദുആ. ഏത് ഭാഷയിൽ? നമ്മളെ സ്വന്തം ഭാഷയിൽ. നിങ്ങളെ കാസർഗോഡ് ഭാഷയിൽ റബ്ബുൽ ഇസ്സത്തിനോട് എല്ലാം വേണമെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? പോയിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്തുമ്പോൾ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ജമാലെന്നെല്ലാം പറഞ്ഞാൽ പുരപ്പണി പൂർത്തിയാവാനുള്ളത് എഴുതി വെച്ചിട്ട് പോയിക്കോണം ചോദിക്കാൻ. 10 ആണി ആവശ്യമുണ്ട്, മാർബിൾ ആവശ്യമുണ്ട്, ടൈൽസ് ആവശ്യമുണ്ട്. കാരണം അവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടാത്ത സാധനമില്ല. വല്ലാഹി അവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടാത്ത സാധനമില്ല. ചോദിച്ചിട്ട് വാങ്ങണം. നമ്മൾ ഇവൻ പാപി, ഇവൻ കുറ്റക്കാരൻ, അതൊന്നും റബ്ബുൽ ഇസ്സത്ത് നോക്കൂല. ഇവരെന്ത് ചോദിക്കാൻ അർഹത? വേറെ ആരടുത്ത ചോദിക്കേണ്ടത്? വേറെ ആരെ തരാനുള്ളത്? മാത്രമല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ പരിധിയില്ല. ഇന്നതേ ചോദിക്കാവൂ. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ദുആ മൂഖിനൻ, എന്താ ഹദീസിന്റെ വാക്ക്? മൂഖിനൂന ബിൽ ഇജാബ. എനിക്ക് എന്റെ റബ്ബ് തരും എന്ന ഉറപ്പിൽ അവന്റെ ആദ്യത്തെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് ആ നടത്തത്തിൽ പച്ച മലയാളത്തിൽ ഒരു മര്യാദയുണ്ട്. എന്ത് ചെയ്യാ? ആദ്യം ഓനെ പൊക്കുക. പൊക്കാന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരെ പോലെ പള്ളിപ്പിരിവിന് വരുന്നു ആജിക്കാനെടുത്ത്, അബ്ദുള്ളാജിക്ക നിങ്ങളില്ലെങ്കിൽ ഈ പള്ളിയില്ല, നിങ്ങളെങ്കിൽ മദ്രസയില്ല, നിങ്ങളില്ലെങ്കിൽ ഈ പൂച്ചക്കാടേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കമ്മിറ്റിക്കാർ സംസാരിക്കുക. അപ്പൊ 50,000 ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവരെ ഈ വർത്താനം കൂടി കേട്ടപ്പം എടുക്കണം, ഇങ്ങോട്ട് 2 എടുത്ത് 1,00,000 പോ. ഇത് മനുഷ്യന്മാരുടെ അവസ്ഥ. എന്നാൽ റബ്ബുൽ ഇസ്സത്തിന് അത് ഇഷ്ടമാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. നീ അങ്ങനെ, നീ അത്, നീ മറ്റേ, നീ മറിച്ച്, എനിക്കതൊന്നും ഇതൊന്നും മറ്റേയാക്കി ഇതാക്കി. ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം.
അടിമകൾ അല്ല തന്ന നിഅമത്തുകളെ എടുത്തു പറയുന്നത്. ആ നടത്തിനിടയിൽ ഇങ്ങനെ പറയുക, നല്ലോണം പുകഴ്ത്തിയിട്ട് ഇതാ എനിക്ക് ഇന്ന് ആവശ്യമുണ്ട് അത് തരണം. അങ്ങനെ ചോദിക്കണം അള്ളാഹിനോട്, ചട്ടി ദോസ്തിനോട് ചോദിക്കുന്ന പോലെ. അല്ലാണ്ട് പിന്നെ മൗലാന്മാർ ഈ പ്രാസം ഒപ്പിച്ചിട്ട് അതല്ല, ഒന്നല്ല. ദുആ വർത്താൻ അള്ളാഹുമായിട്ടുള്ള വർത്താനാണ്. എന്തും അസംഭവ്യം എന്ന് പറയുന്നൊരു സംഗതിയെ അള്ളാഹ്ക്കില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ നടത്തത്തിലുള്ള പ്രധാന ജോലി ആ ദുആയാണ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ആൾക്കാർ പലതരത്തിലുണ്ടാവും. പല ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും തവാഫിൽ. അത് ലൈവ് ഫേസ്ബുക്ക് ഓൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരെ വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നടക്കുന്നുണ്ടാവും. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കാണാം ഈ ഫോണിൽ. നമുക്കറിയില്ല, നമ്മൾ അവിടെ എത്തുമ്പോൾ പിന്നെ വേറെ ലോകത്താണ്. ദുആ എന്ന് പറഞ്ഞാൽ അത് മാത്രം ഒരു പരിപാടിയില്ല. ദുആ, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ ഓതൽ, ഇങ്ങനെ നടക്കുക. അതന്നെ അടുത്ത അമല്. ആ നടത്തമാണ് അമല്. വേറൊന്നും അവിടെ പറയാനില്ല. ദുആ ചെയ്തുകൊണ്ട് നടക്കുക. ഹജറുൽ അസ്വദ് നിന്ന് തുടങ്ങി ആദ്യത്തെ മൂല എത്തി, അതിൻ്റെ അപ്പുറത്തെ മൂല കഴിഞ്ഞു. മൂന്നാമത്തെ മൂലക്ക് പറയുന്ന പേരാണ് റുക്നുൽ യമാനി. അവിടെ ചോദിച്ച് കാബന്റെ ഖില്ല പൊളിച്ചിട്ട് കല്ല് മാത്രം കാണിച്ചിട്ട് ഒരു സ്ഥലമാക്കിയിട്ടും. കാരണം അവിടെ എത്തിയാൽ അതൊന്ന് തൊടൽ സുന്നത്താണ്, മുത്തലില്ല. പക്ഷെ ഇപ്പം ഹജറുൽ അസ്വദിന്റെ പോലെ തന്നെ അവിടെയും അടിയുണ്ട്, ആൾക്കാരുടെ ബഹളമുണ്ട്. പക്ഷെ അതിനെ മുത്തുമ്പോൾ ഒരു മണമുണ്ട്, കാബന്റെ മണം. അതൊരു വല്ലാത്ത ഊതാണ്. എപ്പം പോയാലും അത് തൊട്ടിട്ട് വന്നിട്ട് റൂമിലെത്തിയാലും അതിൻ്റെ മണം പോയിട്ടുണ്ടാവില്ല. അമ്മാതിരി ഊത അവിടെ അത് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, തേക്കാൻ. എല്ലാ ഭക്തിനും തേക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഹജറുൽ അസ്വദിനും എല്ലാ ഭക്തിനും മൂത് തേക്കലുണ്ടെന്ന് തോന്നുന്നു. അല്ലാഹു അലം. റുക്നുൽ യമാനി എത്തിയാൽ ഒന്ന് തൊടാൻ പറ്റുന്നവർ, തൊടാൻ കഴിയാത്തവർക്ക് അങ്ങയും കാണിക്കലും മറ്റൊന്നുമില്ല, നടന്നു വരിക. അവിടെ തൊട്ട് ഹജറുൽ അസ്വദ് വരെ പറയാൻ പ്രത്യേക ദുആ ഉണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അത് അവിടെ മുറ്റിവിടം വരെ. മൗലമാര് അമീറന്മാരുണ്ടാവും. ഞാൻ മൗലമാർ പറയാൻ കാരണം സലഫി അമീറന്മാർ ആ പരിപാടിക്ക് നിൽക്കലില്ല, അതുകൊണ്ടാണ്. മൗലമാർ നേരത്തെ ഒരു ദുആ തുടങ്ങിയിട്ടുണ്ടാവും. റുക്നുൽ യമാനി എത്തിയപ്പോൾ ആ ദുആ തീർന്നിട്ടുണ്ടാവില്ല, പകുതിക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. അതെന്നെ കണ്ടിന്യൂ ആക്കിയിട്ട് ഹജറുൽ അസ്വദ് വരെ വരും. സുന്നത്തായ ദുആ പോവും. അപ്പോൾ അവൻ്റെ വക ഉണ്ടാക്കി അസ്ഹാബ് റസൂൽ ഉണ്ടാക്കി തന്ന ദുആ അതില്ലാണ്ടായി. ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് ഹാജിമാർക്ക് നഷ്ടപ്പെട്ടു. റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന പെട്ടു. എല്ലാം പെട്ടു, ദുനിയാവും പെട്ടു, ആഖിറവും പെട്ടു. ഹജറുൽ അസ്വദിൽ തിരിച്ചെത്തുമ്പം ഒരു തവാഫ് പൂർത്തിയായി. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റുന്നതിൻ്റെ പേരാണ് തവാഫ്. ഉംറയ്ക്ക് പോകുന്ന ഒരാൾ രണ്ടാമത് ചെയ്യേണ്ട കർമ്മം അതാണ്. തവാഫ് കഴിഞ്ഞു, ദുആകളെ കൊണ്ട് നിറക്കപ്പെട്ട 7 ചുറ്റൽ. ഒരു കാര്യം തന്നെ 7 ചുറ്റലും ചോദിക്കാം. അത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. അതല്ല കവി പറഞ്ഞല്ലോ, അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു. അള്ളാഹുവിന് ദേഷ്യം പിടിക്കൽ നിന്റെ ചോദ്യം ഒഴിവാക്കിയാല. പക്ഷെ മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിക്കൽ എപ്പോഴാണ്? ചോദ്യം കൂടുമ്പോഴാണ്. നേരെ ഉൾട്ട. അവിടെ എത്ര ആവർത്തിച്ച് ചോദിക്കാൻ പറ്റുമോ? പറഞ്ഞാൽ ചോദിച്ച് വാങ്ങിയിട്ടേ തിരിച്ച് പ്ലെയിൻ കയറാൻ പാടുള്ളൂ. മനസ്സിൽ തോന്നണം, എൻ്റെ റബ്ബിനോട് ഞാൻ പറയണ്ടെല്ലാം പറഞ്ഞ് എനിക്ക് തരും, തന്നിരിക്കും, ഒരു സംശയമില്ല. തവാഫ് കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കർമ്മം എന്താ അറിയോ? മഖാം ഇബ്രാഹിമിന്റെ ബാക്ക് പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന കല്ല്, അത് ഉമർ ഫാറൂഖിന്റെ കാലഘട്ടം വരെ കാബന്റെ അടുത്ത് ചേർത്തി വെച്ചിട്ടുണ്ടായത്. ഇബ്രാഹിം നബി നിന്ന് പണിയെടുത്ത കല്ല്, അതിന്റെ മേൽ ഇബ്രാഹിം നബിന്റെ കാൽപാദങ്ങളുടെ അടയാളം ഉണ്ടായിട്ടുണ്ട്. സംഭവം സഹിഹാണ്. കാരണം കാബന്റെ പണി പൂർത്തിയായത് കുറേ കൊല്ലം കൊണ്ടാണ്. 2 ആൾക്കാരേ ഉള്ളൂ. ഇത്ര പൊക്കല്ലേ? അത്ര പൊക്കത്തിൽ കല്ല് വെക്കണ്ടേ? മോൻ പോയിട്ട് കല്ലുകൊണ്ട് കുത്തിയിട്ട് പൊട്ടിക്കണം മലന്റെ മുകളിൽ നിന്ന്. ആ ഇസ്മായില്. എന്നിട്ട് ആ കല്ല് കൊണ്ടുപോയി കൊടുക്കണം. അത് ഉപ്പ് എടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കണം. അങ്ങനെ ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ കല്ല് വെച്ചോണ്ടിരിക്കുന്നത്. ആ കല്ലിൽ കാൽപാദം അടയാളപ്പെട്ടിട്ടുണ്ട്. അത് ഉമർ ഫാറൂഖിന്റെ കാലഘട്ടം വരെ കാബയോട് ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടായത്. പക്ഷേ പിന്നെ ആളുകൾ കൂടി തവാഫ് ചെയ്യുന്നവർക്കും ഇതിന്റെ ബാക്കിൽ നിസ്കരിക്കുന്നവർക്കും ഇടയിൽ ഒരു ഗ്യാപ്പില്ലാണ്ട് ബുദ്ധിമുട്ടായപ്പം അദ്ദേഹത്തിന് ഏകദേശം 500 മീറ്റർ ഇപ്പുറത്തേക്ക് ആ കല്ല് മാറ്റി. അത് ഇന്നൊരു കൂടാരത്തിലാണ് ഉള്ളത്. ആ കൂടാരം ഇന്ന് ഖുറാഫികൾക്ക് കണ്ടാൽ തോന്നുന്നത് ഏതോ ഷെയ്ഖിന്റെ ഖബർ പോലെയാണ്. അവർ വന്നിട്ട് ഒന്ന് ചുറ്റി, ഒന്ന് മുത്തി, തുണി ഊരി അതിനൊന്ന് അരച്ച് എന്നിട്ടാണ് മുന്നോട്ട് നടക്കുക. മൂലന്മാർ നേതൃത്വം കൊടുക്കും. അതല്ലേ ഞാൻ എത്രയാ പറഞ്ഞേ? അഫ്വാൻ.
മനസ്സിലായി? അങ്ങോട്ട് മാറ്റി, അതൊരു കൂള. ഇന്ന് ആ കൂളാനത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് കാല് കാണും. അതേത് കാല? അത് ഇബ്രാഹിം നബിന്റെ കാലല്ല. കാരണം അന്ന് കൊല്ലെത്രയായി ഇബ്രാഹിം നബി പള്ളി എടുത്തിട്ട് കൊല്ലെത്രയായി? 4000-ലധികം വർഷങ്ങൾ കഴിഞ്ഞില്ലേ? അപ്പോൾ അതെല്ലാം പോയി കഴിഞ്ഞു. മാത്രമല്ല പിന്നെ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കാണാൻ പറ്റാത്ത വർഷങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷെ അതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ഒരു കൂടാരത്തിലാക്കി, ചില്ലിൻ്റെ കൂട്ടിലാക്കി. ഇപ്പോഴും ആ ചില്ല് മുത്തുന്നത് നമുക്ക് പോയാൽ കാണാം. നാട്ടിൽ നിന്ന് പോകുന്ന സലഫികളല്ലാത്ത ഭൂരിപക്ഷ ആൾക്കാരും ആ ചില്ല് മുത്തിയിട്ടാണ് അങ്ങോട്ട് പോവുക. മൊയ്യാമാരെ തടയൂല. തടഞ്ഞാൽ ചോദിക്കണെന്താ, എന്തുവായി കാബൻ്റെ അടുത്തുള്ള ചില്ല് മുത്താൻ പറ്റൂല, പിന്നെ നിങ്ങളെ മറ്റേടത്ത് പോയിട്ട് മുറ്റാലോ? അവിടെ ഒന്നും മുണ്ടൂല, അതങ്ങനെ മുത്തിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അവിടെ മുത്തവന്മാർ നിൽക്കുന്നുണ്ട്, പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടാലും തിരിച്ചു പിന്നെയും വന്നിട്ട് മുത്തിയിട്ട് പോകും. അതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു ആയത്ത് പറയൽ സുന്നത്തുണ്ട്. ഏതാ? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇതും പറഞ്ഞിട്ടാണ് ആ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്. അതിൻ്റെ ബാക്കിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുന്നു, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പം ഒരു റാഹത്തുണ്ട്. കാബൻ്റെ തൊട്ട് മുമ്പിൽ കാബ് ഇങ്ങനെ നോക്കിയിരിക്കുക, പറഞ്ഞോളാം റബ്ബിനോട്. അവിടുത്തെ പണി തന്നെയാണ്. അവിടെ ഇരുന്നിട്ട് എല്ലാ A to Z, ഉപ്പ് തൊട്ട്, ഉപ്പ പറയും പോലെ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ, അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ പറഞ്ഞോളാം റബ്ബിനോട്, എല്ലാം ചോദിച്ചോളാം. നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരുണ്ടാവും, അവരെ പറ്റി ഓർത്തിട്ട് പറഞ്ഞോളാം. കാരണം ആ സ്ഥലമല്ലാത്ത വേറൊരു സ്ഥലം നമുക്ക് എന്തില്ല, ഇത്ര നന്നായിട്ട് ചോദിക്കാൻ പറ്റിയ സ്ഥലമില്ല. അവിടെ ഇരുന്ന് ദുആ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ സംസം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. മാ ഉ സംസം. ബിസ്റ്റക്കാർ പറഞ്ഞു, സലാഹുദ്ദീൻ ചുവൈലി സംസം വെള്ളത്തിൻ്റെ ഫദാഇലിനെ നിഷേധിച്ചിന്. വേറൊരു ബിസ്റ്റക്കാരൻ ചോദിച്ചു, കാസർഗോഡുള്ളൊരു ടീം, അയാളെപ്പോ ഉംറക്ക് പോയാൽ സംസം വെള്ളം കൊണ്ടുവരാൻ വിടുവോ എന്ന് വെച്ചാൽ അയാളിപ്പോൾ നിഷേധിച്ചല്ലേ, അപ്പോൾ സംസം വെള്ളം കൊണ്ടുപോകാൻ വിടുവോ? മറുപടിയൊന്നുമില്ല. ഭ്രാന്തന്മാർ ഭ്രാന്ത് പറഞ്ഞതാണ്. ഞാൻ പിന്നെ നിങ്ങളൊന്ന് സൂചിപ്പിച്ചത് മാത്രം, ഓർമ്മ വന്നപ്പോൾ. ഒന്നും മറുപടി ഒന്നും പറയാനില്ല. മാ ഉസംസം ലിമാ ശുരിബല. എന്ത് നീയത്തിൽ കുടിച്ചോ അതുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, സാർ കഷണ്ടിക്ക് കുടിച്ചാലോ? ഞാൻ മാറും. അത് ഞാൻ പറഞ്ഞവരോട്, എനിക്ക് കഷണ്ടിക്ക് മരുന്നില്ല എന്ന് പോയിട്ട് പറയരുത്. കഷണ്ടിക്കും മരുന്നുണ്ട്, അതിതാണ് മാ ഉസംസം ലിമാ ശുരിബല. അത് ശരീരത്തിൽ തടവലും സുന്നത്തുണ്ട്, വുദൂ ചെയ്യലും സുന്നത്തുണ്ട് സംസം കൊണ്ട്. അത് വയറ് നിറച്ചും കുടിക്കാൻ നിഫാഖിൽ നിന്ന് സംരക്ഷണമാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ വയറ് നിറച്ച് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? സംതിങ് റോങ്. ചില ആൾക്കാർ കുടിക്കൂല. അതിനടുത്തെത്തി ഒരു ഗ്ലാസ് പോലും കുടിക്കാത്ത മനുഷ്യന്മാരുണ്ട്. കാരണം അവർ പറയുന്നത് എന്താ, അബൂജഹല് തൂറിയിട്ട് ചന്ത ചെയ്യുന്ന സംസം കൊണ്ടെന്നാ പറയല്. മാഅദല്ലാഹ്, കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് പറയുന്നതാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലെ ഏറ്റവും നല്ല വെള്ളം. സംസമിന്റെ പഠനം വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന്റെ പണ്ട് 10-25 കൊല്ലം മുമ്പ് പോയ ആൾക്കാർക്ക് ആ സംസം കിണർ കാണാൻ പറ്റുമായിരുന്നു. നിങ്ങൾ കണ്ടില്ല? കാണുമായിരുന്നു. അതിൻ്റെ ഒരു ശബ്ദവും കേൾക്കില്ലേ, ഉറവിന്റെ. അതിൽ 8ഓളം ഉറവുകളുണ്ട് എന്നാണ്. അല്ലാഹു അലം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ 2 ഉറവ, അതിന്റെ ശക്തി എത്രയെന്നറിയോ? അതിന്റെ മുമ്പിൽ ഒരു കുന്നു കൊണ്ടുവച്ചാൽ ഈ വെള്ളത്തിന്റെ വരവിന്റെ ശക്തി കൊണ്ട് അതങ്ങ് മാറിപ്പോകും. ആ കുന്ന് അത്ര ശക്തമായിട്ട് 2 ഉറവ് വരുന്നുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ സാധാ കിണറിലെ ഉറവ് പോലെ. പക്ഷെ എന്താ പ്രത്യേകത എന്നറിയോ? പണ്ട് കാലത്തെ ഹജ്ജ് ഉംറയും സീസണും ഓഫ് സീസണുമാണ്. അങ്ങനെയല്ല പോവാ. അപ്പോൾ ഓഫ് സീസൺ ആവുന്ന സമയത്തും അത് നിറഞ്ഞ് കവിയാറില്ല, സീസണിലോ അതൊട്ട് കുറയാറും ഇല്ല. അപ്പൊ ഇലാ യൗമിൽ ഖിയാമ മാഉ സംസം, ആരെന്ത് നിഷേധിച്ചാലും അതൊരു അത്ഭുതമുള്ള തീർത്ഥ ജലം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെയോ ലക്ഷക്കണക്കിന് ആജിമാര് വയറ് നിറച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിക്കുന്നു, നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാവും. അതൊരു ജീവിക്കുന്ന തെളിവായി ബാക്കിയാവും ദുനിയാവിൽ. മാഉ സംസം. എന്താ സംസമിന്റെ അർത്ഥം? ഖിഫ്, നിൽക്കൂ. ഹജറാബിന്റെ ഭാഷയിൽ ഹജറാബി എന്ന് പറഞ്ഞതാണ്, അവിടെ നിന്നു. അതെന്നും അത് വയറ് നിറച്ചും കുടിക്കലാണ് പിന്നത്തെ ജോലി. അപ്പൊ നിഫാഖില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അത്ര കുടിക്കണം, ആ നീയത്തോടെ കുടിക്കണം. സംസം വെള്ളം നിന്നിട്ട് കുടിക്കണം എന്നുണ്ടാ? റസൂലുള്ളാഹിത്തങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ നിന്ന് കുടിച്ചു എന്നല്ലേ ഉള്ളൂ. പക്ഷെ പ്രത്യേകം നിന്ന് കുടിക്കൽ സുന്നത്തല്ല. പക്ഷെ അധികം ആൾക്കാരും ഇരിക്കൂല, നിന്നിട്ട് തന്നെ കുടിക്കുവാടാ സുന്നത്താന്ന് പറഞ്ഞിട്ട്.
തെറ്റുമല്ല. പിന്നെ അവിടെ നമുക്ക് വേറെ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഒന്നൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ സ്ഥലത്ത് കുത്തി നിന്നിട്ട് കുടിക്കുക. എന്തായാലും വേറെ നിറച്ച് സംസം കുടിക്കുക. പിന്നെ മൂന്നാമത്തെ ഉംറന്റെ കർമ്മത്തിന് വേണ്ടി പോവാണ്, സായിന് വേണ്ടിയിട്ട്. അവിടെ ഒരു അത്ഭുതമുണ്ട്. ഒന്നാമതാ പോകുന്ന വഴിക്ക് ഈ ആയത്ത് പറയണം, ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ജമ്മൽ അറിയില്ലെങ്കിൽ വിശുദ്ധ പഠിച്ചു വെക്കണം ആ ആയത്ത്. നടക്കുമ്പം അത് പറയണം. അതിൻ്റെ മുകളിലെത്തിയിട്ടൊരു പ്രഖ്യാപനമുണ്ട് തൗഹീദിന്. ഞാൻ എപ്പോൾ പോയാലും ചിന്തിക്കും, മൗലവിമാർ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് തൗഹീദ് കിട്ടുന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇത് 3 പ്രാവശ്യം പറയണം. കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉംറയ്ക്ക് വേണ്ടി വന്ന് ഖുറൈശികളെ തടഞ്ഞ് അടുത്ത വർഷം വരാൻ വേണ്ടി തീരുമാനിച്ച് പിറ്റത്തെ വർഷം വന്നല്ലോ. അപ്പൊ സഫന്റെ മലന്റെ മുകളിൽ കയറിയപ്പോൾ ആൾക്കാരൊക്കെ ചുറ്റും ശത്രുക്കൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെ കേൾപ്പിക്കാൻ വേണ്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, മാത്രമേ ഇലാഹുള്ളൂ. അൻജസ വഅദഹു, എന്നോട് ചെയ്ത വഅദ അവൻ പൂർത്തിയാക്കി. വനസറ അബ്ദഹു, അവന്റെ അടിമയെ അവൻ സഹായിച്ചു. വഹസമൽ അഹ്സാബ വഹ്ദഹു, സഖ്യകക്ഷികളെ മുഴുവൻ അവൻ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു പ്രഖ്യാപനം അന്ന് റസൂൽ നടത്തിയതാണ്. അതിന് ഇലാ യൗമുൽ ഖിയാമ മുഅ്മിനീങ്ങൾ മലന്റെ മുകളിൽ കയറി നിന്നിട്ട് പറയൽ സുന്നത്തുമാണ്. ആദ്യം ഒന്ന് പറഞ്ഞു, എന്നിട്ട് കഅബന്റെ നേരെ തിരിഞ്ഞ് കൈ പൊക്കി ദുആ ചെയ്യൽ അവിടെ സുന്നത്താണ്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സമയം ദുആ ചെയ്തിട്ടുണ്ടാവും? ഒരു റിപ്പോർട്ട് എന്താ അറിയോ? കണക്ക് പ്രകാരം, ആ പറഞ്ഞ കണക്ക് പ്രകാരം ഏകദേശം 1.5 മണിക്കൂർ. സഫന്റെ മുകളിൽ ആദ്യത്തെ ദുആ, അതായത് ആദ്യം ദിക്ർ പറഞ്ഞതിന് ശേഷം ആ ദുആ, പിന്നെ ദിക്ർ പിന്നെയും പറയും, പിന്നെയും ദുആ ചെയ്യും, പിന്നെ ദിക്ർ മൂന്നാമത് പറയും, 3-ന് ശേഷം ദുആ ഇല്ല, പിന്നെ നടന്ന് തുടങ്ങൽ. പക്ഷെ ഇപ്പം പോലീസുകാർ നിൽക്കാൻ സമ്മതിക്കൂല, നമ്മളെ പെട്ടെന്ന് തളിച്ചങ്ങ് വിടും. പക്ഷെ എന്നാലും ഒരു മൂലക്ക് മാറിയിരിക്കണം, തിരിഞ്ഞ് കാബ നോക്കണം, ദുആ ചെയ്യണം, മറവയിലേക്കുള്ള നടത്തം. അതും സഅയ് എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താണ്? അധ്വാനം, പരിശ്രമം. ഇന്ന് പിന്നെ മാർബിൾ ഇട്ട ഒരു ഹാള്. എന്നാലും ചിലപ്പോൾ ഹംസ എല്ലാം തീർച്ചയായും തളർന്നു പോകും നടന്നാലും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് റെഡിയായിട്ട് നടക്കാനായിട്ട് തയ്യാറായിട്ട് വരണം. മറവിലെത്തുമ്പോൾക്ക് പിന്നെ ഒരു സൈഡ് 500 മീറ്ററാണ്, തിരിച്ചിങ്ങോട്ട് 500. അപ്പം 7 എത്രയായി? 3.5 കിലോമീറ്റർ നടക്കണം. എന്നാൽ കുറച്ച് പ്രയാസപ്പെടും എന്തായാലും. അതിൽ തന്നെ ആ നടത്തത്തിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ ഉണ്ടാവും മൗലവിമാർ ഒരു മൈക്ക് എടുത്തിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ. ഈ മനുഷ്യന്മാർക്ക് എന്തെല്ലാം ദുആ ചെയ്യാനുണ്ടാവും, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹുവിനോട് എന്തെല്ലാം ചോദിക്കാനുണ്ടാവും. അതെല്ലാം തടസ്സപ്പെട്ടി മൗലവിമാർ അവരുടെ ഒരു തൃപ്തിക്ക്. അതായത് ഞാൻ അമീർ എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാവരും ഉറക്കെ പറഞ്ഞ് ബാക്കിയുള്ള നടക്കുന്ന ആൾക്കാർക്ക് പ്രയാസമാവും ഇവരുടെ ഈ ഒച്ചത്തിലുള്ള വർത്താനം. ദുആ ചെയ്തുകൊണ്ട്, ദിക്ർ ചെയ്തുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്. തവാഫിൽ വുളു നിർബന്ധമാണ്, സഈന് വുളുവും വേണ്ട. ക്ഷീണിച്ചു, മൂലക്കിരിക്കാം, സംസം വെള്ളമുണ്ട്, അത് കുടിക്കാം. അങ്ങനെ മറുവൻ്റെ മുകളിലെത്തി. സഫൻ്റെ മുകളിൽ നിന്ന് ചെയ്ത പോലെ മറുവൻ്റെ മുകളിൽ നിന്നും ചെയ്തു ദുആവും ആ ദിക്റും. പിന്നെ തിരിച്ച് സഫയിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ മുകളിൽ ഇങ്ങനെ പച്ച അടയാളം കാണും. അത് ഓടാനുള്ളതാ. ശരിക്കും അവിടെ ഓടിയതാരാ? ഹാജറ. ഇപ്പോൾ ഓടാൻ പറഞ്ഞത് ആരോടാ? ആണുങ്ങളോട്. എന്തുകൊണ്ട്? അല്ലാഹു ആലം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ മടപൂരി ഇടില്ലേ, മടപൂരി എന്ന് ഇപ്പോൾ പറയും പോലെ പറയണ്ട, മർക്കസുദ്ദാവ. അവർ ചോദിക്കും, എന്ത് വിരാന്തരങ്ങൾ ഹാജർ ഓടി നിങ്ങൾ പകലോടുന്നതും ചോദിക്കും. അന്ന് പെണ്ണോടിയതല്ലേ, ഇപ്പോൾ ആണിനോട് പറഞ്ഞ എന്ത് യുക്തിയാ ഉള്ളത്? യുക്തിയില്ല, യുക്തിയല്ല ദീൻ. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അതാണ് ദീൻ. റസൂലുള്ള അവരോട് നമ്മളോട് ഓടാൻ പറഞ്ഞു, പെണ്ണുങ്ങളോട് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ ഓടണ്ട, ആണുങ്ങൾ അവിടെ നിന്ന് ആളേറ്റി തീരും വരെ ഒരോട്ടം. ചില പിള്ളേരുണ്ട് ആഫ്രിക്കക്കാരൊക്കെ എത്ര ഉണ്ടാവില്ലേ, ഒരോട്ടം കൊണ്ട് നമ്മളെ കാറ്റ് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ സൈഡായി പോകും. അമ്മാതിരി ഓട്ടം. ഒരു രസത്തിന്, പിള്ളേർ രസത്തിന് ഓടുന്നത്. ഒരു കാലം ഇവിടെ, ഒരു കാലം അവിടെ, ഒരു കാലം അവിടെ, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നോക്കിയിട്ട് തിരിച്ചിട്ടൊരു പോക്ക് പോകും. പക്ഷെ തളരും, അപ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. പക്ഷേ ദുആ 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 നമുക്ക് ആവശ്യം 14 ദിവസം കൊണ്ട്, നിങ്ങൾക്കാകെ 4 ദിവസമേ ഉള്ളൂ, ചോദിച്ച് വാങ്ങാനുണ്ട്,
വാങ്ങിയിട്ടേ വരാവൂ. മറവയിലെത്തിയുമ്പം 7 നടത്തവും കഴിഞ്ഞു, പരിപാടികൾ കഴിഞ്ഞു. അതിന് നേരെ പോകുന്നു, എന്താക്കുന്നു, മൊട്ടയടിക്കുന്നു. അല്ലാഹുമ്മ റഹമിൽ മുഖസ്സിർ. ആ രംഗൊന്ന് ആലോചിച്ച് നോക്കിയാൽ, റസൂലുള്ളാഹിന്റെ കൂടെ വന്ന് 1,00,000 ആൾക്കാരുണ്ടെന്ന്. എല്ലാവരും മൊട്ടയടിച്ച് റസൂലുള്ള കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഫുൾ മുട്ടകൾ. ഇങ്ങനെ 1,00,000 മുട്ടകൾ ഒരുമിച്ച് ഇരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. റസൂലുള്ള കണ്ടപ്പോൾ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, ഈ വടിച്ചവർക്ക് അള്ളാഹു എന്ന് റഹ്മത്ത് ചെയ്യണേ. അതിൻ്റെ ഇടയിലുണ്ട് ഒരാൾ, ചിലപ്പോൾ യേശുസ്ഥാനെ പോലത്തെ ആയിരിക്കും, സ്കൂൾ പോണ്ടല്ലേ വന്നിട്ട് മൊട്ടയടിക്കാണ്ട് കുറച്ച് മെഷീൻ വെച്ചത്, അങ്ങനെ ഉണ്ടാവും. അപ്പം ആ സഹാബി പറഞ്ഞു, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, മുടിക്ക് വെട്ടിയവർക്കും. അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, പിന്നെയും വടിച്ചവർക്ക്. അപ്പോഴും സഹാബി പറഞ്ഞു, കാരണം സഹാബാക്കളെ മനസ്സെന്താ അറിയോ, റസൂൽ ദുആ ചെയ്യുന്ന അദ്ദേഹത്തിന് ഉറപ്പാണ്. റഹ്മത്തുൽ ആലമീനല്ലേ, കുറച്ചവർക്കും ചെയ്യുന്ന ഉറപ്പാണ്. രണ്ടാമത് പറഞ്ഞു, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്. അപ്പോഴും റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, വടിച്ചവർക്ക് റഹ്മത്ത് ചെയ്യാൻ. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി പതുക്കെ പറഞ്ഞു, വൽ മുഖസ്സിരീൻ, അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ വൽ മുഖസ്സിരീൻ. കിട്ടി, മതി. അതുകൊണ്ട് മുടി, പക്ഷെ വടിച്ച ലോകത്ത് മുടി വെട്ടൽ കൂലിയുള്ള കേസ് അവിടെ മാത്രമാണ്. മുടി വടിക്കുന്നതിനെ കൊണ്ട് കൂലി കിട്ടൽ അവിടെ മാത്രമാണ്. അപ്പം പോവാ, വടിച്ചിറക്കുക, നല്ല മുട്ട. മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കയറും അടിയെല്ലാം മക്കളെന്നേക്കും കാണുക. നമ്മളെ വരും ചില ആൾക്കാർ വന്നിട്ട് മൊട്ടയടിക്കുമ്പോൾ ആയിരിക്കും, മോനെ ഇവൻ ഇവിടെ ഒരു കീറ്, ഇവിടെ ഒരു തുന്നലെല്ലാം ഉണ്ടാവും, അന്നേരം കാണുക. പെണ്ണുങ്ങൾ ഒരു വിരലിൻ്റെ എത്രയും മുടിച്ചിട്ട് തഹല്ലുലായി ഉംറ കഴിഞ്ഞു. അപ്പോൾ പറയാനൊന്നുമില്ല, സംഭവം ഈ നടത്തവും ഈ ഓട്ടവും ഇതൊക്കെ തന്നെയാണ് ഉംറ. അതിൻ്റെ ഇടയിലുള്ള ഈ ദുആയും ചില സന്ദർഭങ്ങളിലുള്ള സുന്നത്തായി പറയപ്പെട്ട ദുആകളും. ഇത്ര ഉംറയുടെ കേസുള്ളൂ. ഉംറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ജോലി എന്താ പറയുക, പോയ ആൾക്കാർക്ക് നമ്മൾ 2 പെട്ടിയും കൊണ്ടാണ് സ്വാഭാവികമായിട്ടും പോവുക. ഒരു പെട്ടി കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പെട്ടിയാണെങ്കിൽ രണ്ടാമത്തത് കാണാൻ പറ്റാത്തൊരു പെട്ടിയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന ബാഗ് നിറക്കാൻ അവിടെ ഒന്നുമില്ല, ആകെ മക്കത്തുള്ള സംസം മാത്രം. പിന്നെ അവിടെ നിന്ന് നന്നായിട്ട് തിന്നുക, പൈസ ഉണ്ടെങ്കിൽ. അവിടുന്ന് ഒരു സാധനവും വാങ്ങാനില്ല, കാരണം അതിനേക്കാളും നല്ലത് ജമാലിൻ്റെ ഫാൻസി പോയിട്ട് വാങ്ങുന്നതാണ്, അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും. കാരണം അത് വരുന്നിടത്തുന്നതിന് മുമ്പ് എന്താവും, പൊട്ടും. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഉമ്മ കഴിയുന്നതോടുകൂടി പെണ്ണുങ്ങൾ വരും, അമീറെ പർച്ചേസ് ഇടുന്ന ഒരു തൽബിയത്തിൽ നിന്ന് ഒട്ട കേടുന്ന കിട്ടുക, തൽബിയത്തിൽ നിന്ന് പ്ലെയിൻ ഇടുന്ന കിട്ടുക, ഇതെന്നൊക്കെയാണ് ചോദ്യം. ഞാൻ പറയുന്ന ഒരു സാധനം ഫുൾ മെയ്ഡ് ഇൻ ചൈന, ചൈനൻ്റെ ഉപ്പാപ്പാരെടുത്തുണ്ടെങ്കിൽ അതായിരിക്കും ആ സാധനം ഏറ്റവും. അല്ലാണ്ട് 5 റിയാലിന് ഒരു വാച്ച് ഏതെങ്കിലും കമ്പനിക്കാരൻ വിൽക്കുമോ? അതും റോഡ് സൈഡിൽ നിന്ന് ആഫ്രിക്കക്കാർ മുസല്ല വെച്ചിട്ട് ആ വാച്ച് വിൽക്കൽ, കരോറ്റ് വാങ്ങും, ഒരു കാര്യമില്ല. പിന്നെ അവർക്കൊരു കച്ചവടമാവും, അവർക്കൊരു റിസ്ക്കാവും, അത്ര തന്നെ. അല്ലാണ്ട് അവിടെ ഒന്നും ഒരു സാധനം വാങ്ങാനില്ല. കിതാബൊക്കെ അറിയുന്നവർക്ക് കിതാബ് വാങ്ങാം, അല്ലെങ്കിൽ നല്ല സാധനമാണെങ്കിൽ അറബികൾ പോകുന്ന കടയിൽ പോകണം. തൽക്കാലം പോയാൽ പോകറ്റ് കാര്യമായിട്ട് തിരിച്ചു വരുത്തുണ്ടാവുള്ളൂ. ഒന്നുമില്ല, ആ പെട്ടിയൊന്നും നോക്കാനില്ല സത്യം പറഞ്ഞാൽ. മറ്റേ പെട്ടിയാണ് ഇനി നോക്കാനുള്ളത്. ഏത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു പെട്ടി. അതിന് ഹറമിൽ 1,00,000 മൗലമാർ കൊണ്ടുവന്ന പെണ്ണുങ്ങളെ അവസ്ഥ എന്താ അറിയോ, ബാങ്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓടും ഹറമിൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അന്നേരമുണ്ടാവും ആ പച്ച തട്ടവും ചുവന്ന തട്ടവും ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങോട്ട് റൂമിലേക്ക്. അവിടുന്ന് ബാങ്ക് കൊടുത്തിട്ട് സെഫ് നിൽക്കാൻ മനുഷ്യന്മാർ. അപ്പോൾ അവിടെ കാരണം എന്താ, അവിടെ ഇമാമാരാ വഹാബി. അപ്പോൾ വഹാബിൻ്റെ ബാക്കിൽ പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്തുകൂടാ, നിസ്കരിച്ചുകൂടാന്ന്. എവിടുന്ന്, ഹറമിൻ്റെ ഉള്ളിൽ നിന്ന്. 1,00,000 കൂലിയാണ് ഈ മൗലമാർ നഷ്ടപ്പെടുത്തുന്നത്. അവിടെയുള്ള ഇമാമിങ്ങളൊക്കെ വഹാബികളാണ്, ഒരു സംശയമില്ല. വഹാബി അല്ലാത്തൊരു ഇമാം അവിടെ ഇല്ലതാനും. എന്നാലും അവിടെ എത്തുമ്പം ബാക്കിൽ പോയിട്ട് എന്ത് ചെയ്യും, ആണുങ്ങൾ മൗലമാരൊക്കെ നിസ്കരിക്കും. എന്നിട്ടോ ആ വഹാബികളാകുന്ന ഇമാമിങ്ങൾ എഴുതിയ ചില പുസ്തകങ്ങളുണ്ടാവും. അത് കണ്ടാലോ, മദീനത്ത് പോയപ്പോൾ ജാവാ സെൻ്ററിൽ പോയിട്ട് കുറേ പുസ്തകം വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുവച്ച് മലയാളികൾക്ക് ഇങ്ങനെ കൊടുത്ത് 2 മൗലമാർ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ. അങ്ങനെ അതിന് ഈ തവസ്സുൽ ഇസ്തിഗാസ പറഞ്ഞ മലയാളത്തിൻ്റെ ബുക്കിലുണ്ട്. ഞാനും മറ്റേ ആളില്ല, കെ മൗലവി, ബഷീർ മൗലവി, നമ്മൾ നിസ്കരിച്ച് വന്ന് നോക്കുമ്പോൾ ഈ പുസ്തകം ഫുള്ള് കാലിയായിട്ടുണ്ട്. തവസ്സുൽ ഇസ്തിഗാസ എന്നുള്ള പുസ്തകം ഫുള്ള് കാലിയായിട്ടുണ്ട്. ബാക്കി നിസ്കാരത്തിൻ്റെ മര്യാദയും ഷർത്തും ഫർദെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ എത്രത്തോളം എടുത്തത്, പിന്നെ നമുക്ക് കത്തി. ആ 2 മൗലമാർ ഈ സ്ഥാനം എടുത്തിട്ട് മാറ്റി ഈ പുസ്തകം അവർ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു കൊടുത്തുന്ന അവിടെയുള്ള മലയാളികൾക്ക് എല്ലാം വഹാബികൾ എഴുതിയ കിതാബാണ്. അത് പറഞ്ഞിട്ട് ആ വഹാബിൻ്റെ ബാക്കി നിസ്കരിക്കാൻ
പള്ളിയിലേക്ക് പോവുകയും ചെയ്തു മൊല്ലാറ്. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മളെ പെട്ടി നിറയ്ക്കലാണ്. സദഖ, ഖുർആനോത്ത്, അദ്കാറുകൾ, പിന്നെ നല്ല ഉറക്കം കിട്ടും. റൂമിൽ കയറി രാവിലെ ഫജ്ർ ഇശ്റാഖും കഴിഞ്ഞ് റൂമിൽ പോയി നാസ്തയും കഴിച്ച് ലൈറ്റ് ഓഫാക്കിയിട്ട് കിടന്നാൽ പിന്നെ ളുഹറിനെ അവിടെ നിന്ന് എണീക്കുള്ളൂ. ഒരു ശല്യമില്ല, നല്ല റാഹത്തുള്ള ഉറക്കം മുഖത്ത് പോയാൽ കിട്ടും. പിന്നെ അങ്ങോട്ട് രാത്രി ഫുൾ ഇബാദത്തും. അവിടെയുള്ള അത്രയും ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയവൻ്റെ പൈസ മുതലായി. ടൂറിന് പോയതാണെങ്കിൽ ഹറം കണ്ടു, ക്ലോക്ക് ടവർ കണ്ടു, വന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിൽ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഹജ്ജും ഉംറയും. അതൊരു തൗഫീഖാണ്. അത് ഇബ്രാഹിം നബിൻ്റെ വിളിക്കുള്ള ഉത്തരമാണ്. പോകാൻ തയ്യാറായിരിക്കുന്നവർ അള്ളാഹു യാത്ര എളുപ്പാക്കട്ടെ, ബുദ്ധിമുട്ടെല്ലാം നീക്കി തരട്ടെ. അല്ലാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം, തയ്യാറാവണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.